പ്രിയ കലാസ്നേഹികളെ, ധാരാളം അഭിനേതാക്കളെയും സാങ്കേതിക പ്രവർത്തകരെയും നിർമ്മാതാക്കളെയും പ്രോത്സാഹിപ്പിച്ച് അനുഗ്രഹിച്ച നിങ്ങൾക്ക് മുന്നിലേക്ക് ഈ എളിയ ചിത്രം സമർപ്പിക്കുന്നു. ഈ ചിത്രത്തിലെ കഥയും കഥാപാത്രങ്ങളും നാം നേരിട്ട് കണ്ടറിഞ്ഞവർ തന്നെയാണ്. മനുഷ്യ സമൂഹത്തിന് നേരെ തുറന്നു വച്ചിരിക്കുന്ന കണ്ണാടിയാണ് ഈ ചിത്രം. അടുത്ത ബെല്ലിന് ചിത്രം ആരംഭിക്കുന്നു. അണിയറ പ്രവർത്തകരെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം. ഗാനരചന അനിൽ പനച്ചൂരാൻ, സംഗീതം രതീഷ് കൃഷ്ണ, ചിത്രസംയോജനം അഭിലാഷ് വിശ്വനാഥ്, രംഗമൊരുക്കുന്നത് അനിൽ കുമ്പഴ, ഛായാഗ്രഹണം അരുൺ കൃഷ്ണ, നിർമ്മാണം റിയാസ് പാടിവട്ടം, EA ബഷീർ, അജിത് ബിനോയ്, സംവിധാനം മധു തത്തമ്പള്ളി. തിരക്കേറിയ ജീവിതയാത്രയിൽ മരണത്തിനും ജീവിതത്തിനുമിടയിൽ മുൾമുനയിൽ നിൽക്കുന്ന ചില മനുഷ്യജന്മങ്ങൾ ഇതാ. എൻ്റെ കയ്യിലിരിക്കുന്നത് ഇത്തവണത്തെ ഏറ്റവും നല്ല ചലച്ചിത്ര സംവിധായകനുള്ള അവാർഡാണ്. ആർക്ക്? ഇവനോ? ഇതല്ലേ നിങ്ങളിപ്പോൾ മനസ്സിൽ പറഞ്ഞത്? എനിക്കല്ല, ഇതെൻ്റെ മച്ചാനെ കിട്ടിയത്. ഇതാണ് എൻ്റെ പ്രിയപ്പെട്ട മച്ചാൻ. ഇത് വാങ്ങി പുറത്തോട്ടിറങ്ങിയപ്പോൾ ഈ ലോകം പിടിച്ചടക്കിയെന്നാ തോന്നിയത്. നിങ്ങൾക്കാർക്കും മച്ചാനെ അറിയാൻ തരവില്ല. എന്തായാലും സിനിമയും കണ്ടിട്ടുണ്ടാകാൻ വഴിയില്ല. കാരണം സിനിമ 2 ദിവസമേ തിയേറ്ററിൽ കളിച്ചുള്ളൂ, അതും ആകെ 6 തിയേറ്ററിൽ. മച്ചാൻ അങ്ങനെ സങ്കടപ്പെടുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അന്ന് ഒരാഴ്ചയെങ്കിലും ഓടിയിരുന്നെങ്കിൽ സമാധാനം ഉണ്ടായിരുന്നു. ഞാൻ അന്നേ പറഞ്ഞ 2 പാട്ട്, 2 സ്റ്റണ്ട്, ഇച്ചിരി പീസ്. ഇയാൾക്കും മറ്റേത് നടക്കാതെ സൂക്കേടാ. എന്തെങ്കിലും പറഞ്ഞോ? ഒരു നല്ല സിനിമ ചെയ്യാമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. നല്ല സിനിമ എന്നിട്ട് എന്തായി? എന്റെ കയ്യിലിരുന്ന പണം കൊണ്ട് തൊലച്ചപ്പോ സമാധാനായില്ലേ? ഇറങ്ങി പോയിക്കോ എന്റെ മുമ്പിൽ നിന്ന്. മച്ചാൻ ഡ്രാമകളിലൊക്കെ പോയി പഠിച്ചതാ. പടം തുടങ്ങും മുമ്പ് പ്രൊഡ്യൂസർ പറഞ്ഞ ഇതേ കാര്യം ഞാനും പറഞ്ഞതാ. സിനിമയെന്ന് പറയുമ്പോൾ അതിന് ചില നമ്പറൊക്കെ വേണ്ടേ? സോങ്, ഫൈറ്റ്, കോമഡി, അങ്ങനെ ടോട്ടൽ കളർഫുൾ ആക്കണ്ടേ? ഇത് വെറും ഒരു സിനിമയല്ല ശരത്തെ,
ഈ കടലാസിലെ കഥാപാത്രങ്ങൾക്ക് ഇപ്പോഴും ജീവനുണ്ട്. നീ ഈ നിഴല് കണ്ടോ? ഇത് നിനക്ക് കളർഫുൾ ആക്കാൻ കഴിയോ? ഇതാണ് സത്യം. ഈ നിഴലുകളാണ് എൻ്റെ കഥാപാത്രങ്ങൾ. അവിടെ നിന്റെ മനസ്സിലെ സിനിമയുടെ മായിക വർണ്ണങ്ങളൊന്നും കണ്ടെന്ന് വരില്ല. അപ്പോ ഇത് മുഴുവൻ സംഭവിച്ചതാണോ? ഗുഡ് നൈറ്റ്. ഒരു വട്ടം വായിച്ചതാണെങ്കിലും അന്ന് ഞാൻ വീണ്ടും വായിച്ചു. എഴുതി വെച്ചതിൽ അത്രത്തോളം സത്യമുണ്ട്. അതിലെ കഥാപാത്രങ്ങൾ ദാ ഇപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്. അലീന, സുധാകരൻ, പ്രതാപവർമ്മ, സൈനബ. അസിസ്റ്റ് ചെയ്യാനെത്തിയിട്ട് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂവെങ്കിലും ഒരു ജന്മത്തിൻ്റെ ആത്മബന്ധമുണ്ട് എനിക്ക് മച്ചാനുമായിട്ട്. നമ്മെ കൊച്ചു പേടിപ്പിച്ചതാ. എന്തോ നട പേടിച്ചതല്ല, ഇതൊക്കെ എൻ്റെ ഒരു നമ്പറല്ലേ മച്ചാൻ. മനസ്സിലായി. ഞാൻ അങ്ങനെ പേടിക്കും. ചിഞ്ചു അങ്കിളിനോട് സോറി പറ. അതൊന്നും വേണ്ട. അങ്കിൾ പേടിച്ചൊന്നുമല്ല, ചുമ്മാ ഒരു ആക്ടിങ്. മനസ്സിലായി. എന്റെ മമ്മിക്ക് ദേഷ്യം വരുമ്പോ ഡാഡി ഇങ്ങനെ പേടിക്കുന്നേ. എന്റെ കയ്യിൽ മുട്ടായി ഉണ്ട്, അങ്കിളിന് വേണോ? ചിഞ്ചു ഒന്ന് വെറുതെ ഇരിക്ക്, ശല്യപ്പെടുത്താതെ. അവാർഡ് വാങ്ങി തിരിച്ച് വീട്ടിൽ പോവാതെ എങ്ങോട്ടായി പോക്ക്? മറ്റു വല്ല ആഘോഷങ്ങൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ റെഡി. നമ്മൾ കാണാൻ പോവുകയാ നമ്മുടെ കഥാപാത്രങ്ങളെ ജീവനോടെ. മച്ചാൻ ഓരോന്ന് പറയുമ്പോഴും എല്ലാം സിനിമയിലെ ഫ്ലാഷ് ബാക്ക് പോലെ എൻ്റെ മനസ്സിലൂടെ കടന്നു പോവുകയായിരുന്നു. നമ്മുടെ പ്രിയങ്കരനായ നേതാവ്, നമ്മുടെ എല്ലാം കണ്ണിലുണ്ണിയായ ശ്രീ പ്രതാപവർമ്മ സാർ ഇതാ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. സഹായധനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ പ്രതാപവർമ്മ സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ശരി മോനെ, അമ്മയ്ക്ക് സന്തോഷമാണ്. ബഹുമാന്യരെ, ദരിദ്രരായ ഈ ജനങ്ങളെ കാണുമ്പോൾ എന്റെ മനസ്സ് തകരുന്നു. ദരിദ്രരില്ലാത്ത കേരളം, അതാണ് എന്റെ സ്വപ്നം. വാടക ഞങ്ങൾ തന്നു തീർത്തോളാം, ഞങ്ങളെ ഇറക്കി വിടല്ലേ. ഞങ്ങൾ പിന്നെ എവിടെ പോവും? പറഞ്ഞത് നിന്റെ തലയിൽ ഇടുത്തി വീടും ദുഷ്ട. ഈ തലയിൽ വീഴാൻ ഇടുത്തിക്ക് പോലും പേടിയാടി. പണം എണ്ണി വാങ്ങുമ്പോ ഞാൻ ദൈവം, തിരിച്ചു ചോദിച്ച പിശാച് അല്ലേ? പണം കൊണ്ടുവരുമ്പോ താക്കോല് തിരികെ തരാം. ഇതിത്തിരി കോഴി ബിരിയാണിയാ. റംലയുടെ 3
മൂന്നാമത്തെ കുട്ടിയുടെ സുന്നത്തായിരുന്നു. സൈനബാ ഈ ഇങ്ങോട്ട് കേറിയിരിക്കേ. അന്റെ മരുവള് വീട്ടിൽ നിന്ന് പോയിട്ട് ദിവസം കുറച്ചായല്ലോ. എന്തേലും കുഴച്ചിലുണ്ടാ സൂറ? എന്റെ പൊന്നെത്താ, സഹിച്ച് ഞാൻ മടുത്ത്. നിക്കിട്ട് അവിടെ കുറച്ചു ദിവസം, എന്നാലേ പഠിക്കൂ. സൈനുവിനെ ഡോക്ടറെ കാണിച്ചാ? നിന്റെ കുടുംബത്തിൽ ആരും 5 കുറയാതെ പെറ്റിട്ടില്ല. നിന്റെ പെൺകുട്ടിയൊക്കെ ഉണ്ട് മുറ്റം നിറയെ കുട്ടികളും മക്കളും. ഓ, ഓളുടെ മട്ടുമാതിരി കണ്ടാ തോന്നും കുഴപ്പമുയ നിന്റെ മോൻ ജബ്ബാറിന്റെ ആണെന്ന്. ദാ സൂറ ഉണ്ടെന്നതാ. റംലയുടെ 3ാമത്തെ കുട്ടിയുടെ സുന്നത്താ. നീ വിഷമിക്കണ്ട സൈനു, ദൈവത്തിനോട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്ക്. അല്ലെങ്കിൽ എത്രയോ പോംവഴി വേറെയുണ്ട്, അല്ലേ സോറ? ഇത് നോക്ക്, സൈനുവിനെ കാണാൻ ചന്തയില്ലേ പെണ്ണിന്. സ്വത്തും മുതലും ഒക്കെ വേണ്ടത്ര ഉണ്ട്. ഇതാർക്ക് വേണ്ടിയാ താത്ത? നിന്റെ ജബ്ബാറിന് വേണ്ടി തന്നെ. ഇച്ചിനിപ്പോ പുറത്താരോടും പറയണ്ട. 1 അല്ല 9 കെട്ടുള്ള ആരോഗ്യം നിന്റെ മോൻ ജബ്ബാറിന് ഇപ്പൊ ജബ്ബാർ ഇതിന് സമ്മതിക്കോ? അല്ല ചോദ്യം. ഓൻ ഈ ഹിമാറിനെ കാണു തന്നെ വെറുപ്പ. അത്തരം ചതിയല്ലേ ഓളും വീട്ടുകാരും ഓനോട് ചെയ്തത്. ഇനി 2 ലക്ഷം ഉറുപ്പ്യ കിട്ടാൻ ബാക്കിയുണ്ട്. ഈ ബിലീസും ഒരുത്തേം കൂടി വന്ന് കേറിയാലേ ഓള് പോവുകയാണെങ്കിലാണ് പോട്ടേന്ന്. പോയിട്ട് വല്ലതും തിന്ന് കേറി കിടക്കാൻ കഴിവുള്ളവരാണാ. കുട്ടിയേക്കാൾ അവരുടെ സ്വന്തം മോനോടല്ലേ അവർക്ക് സ്നേഹം വരൂ. ഇനി ബോംബ് തന്നെ പൊട്ടിക്കാം, എങ്കിലേ പോകൂ. പറയുമ്പോ ഒന്നും തോന്നരുത്. ആദ്യമേ തന്നെ കാര്യം തുറന്നു പറയാമെന്ന് ഗോപാലിനോട് ഞാൻ പറഞ്ഞതാ. വേണ്ട എന്ന് അവൻ പറഞ്ഞതുകൊണ്ടാ ഞാൻ പറയായിരുന്നു. നേരെ ഇത്ര വൈകിയ സ്ഥിതിക്ക് സത്യം പറയാതിരുന്നാലും അതും തെറ്റാ. നിങ്ങൾ എന്തായി പറഞ്ഞു വരുന്നത്? ഹലോ അനന്തു. ഹലോ, ഞാൻ താഴെ ഉണ്ട്. നീ ആ മുറിയുടെ വാതിൽ തുറന്നിട്. അയ്യോ, ചേട്ടത്തി ഉറങ്ങിയിട്ടില്ല. 10 മണിയുടെ സീരിയൽ കഴിയാതെ അവർ ഉറങ്ങില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാം. ശരി, ഞാൻ വെയിറ്റ് ചെയ്യാം. പതുക്കെ ഇറങ്ങുമോളെ. ഇറങ്ങുമോളെ. ഒന്നുമില്ല മോളെ. ആ, എന്താ, എന്ത് പറ്റി? ആ, കണ്ണ് തുറന്നു പിടിച്ച മോളെ. ആ, ഈ കണ്ണ്. ആ, നിങ്ങൾ വണ്ടിയിലിരിക്കേ. സുധാകര, എത്രയും പെട്ടെന്ന് മോളുടെ കിഡ്നി മാറ്റിവെക്കണം. ഇനിയും വൈകുന്നത് പ്രശ്നമാണ്. ഞാനെത്ര ശ്രമിച്ചാലും ഇത്രയും പണം എന്റെ മോള് കൈവിട്ടു പോവൂ ഡോക്ടറെ. നിങ്ങൾ സന്നദ്ധ സംഘടനകളുമായി സംസാരിച്ചു നോക്കൂ. അവരൊക്കെ എന്തെങ്കിലും സഹായം ചെയ്യും. ഞാൻ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് തരാം. പിന്നെ പത്രത്തിലൊരു പരസ്യം കൊടുക്ക്. വിഷമിക്കേണ്ട സുധാകര, എല്ലാം ദൈവം കാണുന്നുണ്ടല്ലോ. അലീന, ഹലോ ഏട്ടാ. ആ, ശരി ഏട്ടാ.
വർക്ക് തീരാൻ വൈകി. നീ കിടന്നോ? ഞാൻ ഇത്തവണ പോരുന്നത് ക്യാൻസൽ ചെയ്തിട്ടായിരിക്കും. നാട്ടിൽ വന്നിട്ട് നിന്റെ സ്വർണവും ഞാൻ കരുതിയതും കൂടി എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങാം. അലീന, നല്ല തലവേദന, നാളെ സംസാരിക്കാം. ഗുഡ് നൈറ്റ്. അനന്തു, എന്ത് വലിയ തെറ്റാ ഞാൻ ചെയ്യുന്നത്? ഇങ്ങനെ ചതിക്കാൻ എനിക്ക് വയ്യ. നീ എന്നെ എത്രയും വേഗം കൊണ്ടുപോകണം. ആ പാവ അവിടെ കിടന്ന് ബുദ്ധിമുട്ടി ഉണ്ടാക്കിയ ആഭരണങ്ങളാ ഞാൻ നിനക്ക് തന്നത്. അത് തിരികെ വെച്ചിട്ട് നമുക്ക് പോവാം. അല്ലെങ്കിൽ എന്നോട് ദൈവം പോലും പൊറുക്കില്ല. അടുത്ത ആഴ്ച നമുക്ക് പോവാം, പോരെ? അതിനു മുമ്പ് സ്വർണം ഞാൻ എടുത്തു തരാം. പിന്നെ നമ്മുടേത് മാത്രമായ ലോകം. അലീന, സുധാകര, മകളുടെ ഓപ്പറേഷൻ തീയതി വല്ലതും നിശ്ചയിച്ചോ? ഇല്ല, വരുന്ന 16-ാം തീയതി കഴിഞ്ഞ് നിശ്ചയിക്കും. ഇപ്പൊ നീ എങ്ങോട്ടാ? ഓപ്പറേഷൻ ചെലവിന് ഒത്തിരി കാശ് വേണ്ടി വരുമല്ലോ, അത് സംഘടിപ്പിക്കാനുള്ള ഓട്ടത്തിലാണ്. ആ കുട്ടിയുടെ ഒരു വിധിയെ ധൈര്യമായിരിക്കും സുധാകര. കലാകാരന്മാരെ ദൈവം ഒരിക്കലും കൈവടിയില്ല. കഴിഞ്ഞ വർഷത്തെ കലാതിലകം അവളായിരുന്നു. ഇത്തവണയും ഞങ്ങളുടെ പ്രതീക്ഷ അവളിലാണ്. എന്തായാലും വൃക്കദാനം ചെയ്യാൻ സ്വമനസോടെ ഒരാൾ വന്നല്ലോ, അത് തന്നെ നിന്റെ ഭാഗ്യമാണ്. ആ മനുഷ്യൻ എനിക്ക് ദൈവത്തെ പോലെയാ. പിന്നെ ആ പത്രവാർത്ത എന്നെ കാണിച്ചെന്ന മാഷിനോടുള്ള ആ കടപ്പാട് ഞാൻ ജീവിതത്തിൽ മറക്കില്ല. കാർ എടുത്തപ്പോ തന്നെ പണി കിട്ടിയെന്നാ തോന്നുന്നത്. നീ പറഞ്ഞിട്ട് ഞാൻ ഈ സെക്കൻഡ് ഹാൻഡ് കാർ എടുത്തത്. ഏയ്, ആന്റിന്റെ അടുത്ത് വാങ്ങുന്ന കാറുകൾക്ക് 100 ആയുസാന്നാ വാങ്ങിച്ചവര് പറയുന്നത്. ഇത് വല്ല സ്റ്റാർട്ടിന്റെ ആയിരിക്കും. നീ ഇറങ്ങ്, ഞാൻ നോക്കാം. പാതിരാത്രി മുഴുവൻ കണ്ട സ്റ്റേജിൽ കിടന്ന് ചോര നീരാക്കി ഉണ്ടാക്കിയ പണം കൊടുത്ത് വാങ്ങിയതാ. നീ ഇങ്ങനെ ടെൻഷൻ ആതളിയാ, ഇങ്ങനെ നിസ്സാരത്തിൽ ടെൻഷൻ ആയാലോ. ഇതിനൊക്കെ ഒരു നാക്കുണ്ട്, ഞാൻ കാണിച്ചു തരാം. എന്നാ കാണിക്ക്. അങ്ങോട്ട് മാറി. അല്ല പിന്നെ നീ ഒറ്റൊരുത്തന അവന്റെ അടുത്ത് പോകാന്ന് പറഞ്ഞത്. അങ്ങേരുടെ മുഖത്ത് തന്നെ ഒരു ഫ്രോഡ് ലുക്ക് ഉണ്ട്. നിനക്ക് വല്ല കമ്മീഷനോ അയാൾ തന്നോ? അല്ല, നിന്റെ മുഖത്ത് കൊണ്ടൊരു കള്ളത്തരം. എടാ, ഈ പെണ്ണായാലും വാഹനായാലും ഓടിക്കുമ്പോ ഒരു നാക്ക് വേണം. അല്ലെങ്കിലേ രണ്ടും നാട്ടുകാരിയേറി ഓടിക്കും. ദേ ഇതുപോലെ. അതെ, ഒരു കാര്യം ചെയ്യ്, നീ തന്നെ അങ്ങ് ഓടിച്ചോ. വേഗം കേറടാ. ശരി ശരി. നേരെ നോക്കി ഓടിക്കടാ. നേരെ തന്നെ ഓടിക്കുന്നത്. നീ ആ ബ്രേക്ക് ഓടിക്കേ, ബ്രേക്ക് ഓടിക്കേ. നിന്റെ ബ്രേക്ക് എവിടെയാ? ഓ, ചവിട്ടിട്ട് നിക്കുന്നില്ലടാ. ഈ വണ്ടി ഇവൻ പൊളിച്ചെടുക്കുമെന്ന് തോന്നണം. ഇവിടെ ചവിട്ടടാ. ഇതെങ്ങോട്ട് വിട്ടിച്ചോണ്ട് പോണ്? ഇതെന്താ കയ്യിൽ നിൽക്കുന്നില്ലെന്ന്. 130, മതി അച്ഛാ എണ്ണിയത്. 50 പൈസ കൂടിയാലും അടുത്ത തവണ കുറയ്ക്കാലോ. കണക്കിന്റെ കാര്യത്തില് 50 അല്ല 5 നയാ പൈസയുടെ വിട്ടുവീഴ്ച ഈ ആന്റണി ചെയ്യില്ലെന്റെ പെങ്ങളെ. പെങ്ങളോ? കാര്യം കഴിഞ്ഞാ എനിക്ക് എല്ലാരും പെങ്ങന്മാരെ പെങ്ങളെ. ദാ ഇത് മൊത്തത്തിലെടുത്തോ, ഈ ബാഗ് അടക്കം. ഈ ചില്ലറയ്ക്ക് പകരം നോട്ട് തന്നൂടെ? ബാക്കിയുള്ളവർ ഇതും ചമ്മന്നോണ്ട് നടക്കണം. ചില്ലറ കടയെ വെച്ചാ അവിടെ ഒരുത്തന്റെ അടിച്ചു മാറ്റാൻ ഒരു ദിവസം ഞാൻ കാണാതെ ചായ കുടിക്കാൻ 7 റുപ്യ അടിച്ചു മാറ്റിയാ കന്നാലി. വലിയ നഷ്ടമായിപ്പോയി. പെങ്ങൾ ഇത് സമാധാനമായിട്ട് എണ്ണി നോക്ക്, കിറ കൃത്യം ഒരുക്കും.
എങ്ങനെ ഉണ്ട്? എന്തോന്ന് എണ്ണി തന്നതേ. ഒന്ന് പോ ചേട്ടാ. ഏ ആ ഹലോ, എന്തു പറ്റി? എന്തുട്ടാ ഇഷ്ടമായി പറയണത്? ആ ഞാൻ ദാ എത്തി. ഇനി വേറൊരു വണ്ടിക്ക് പണിയുണ്ട്. ഓക്കെ. അയാൾ ഇതുവരെ കണ്ടില്ലല്ലോ. ആളെ കൊല്ലാൻ അയാൾ ഈ പാട്ട വണ്ടി നമ്മുടെ തലയിൽ കെട്ടിവെച്ചത്. ഇതെന്തുട്ടാ പറ്റിയ? എന്തു പറ്റിയെന്നാ? താൻ എന്റെ തലയിൽ ഈ പാട്ട വണ്ടി കെട്ടിവെക്കാൻ കരുതിയ ഈ വണ്ടി സ്റ്റാർട്ട് ആകുന്നില്ല, ബ്രേക്കൂല. അത് കഷ്ടമല്ല. ഇനിയിപ്പോ എന്തുട്ടാ ചെയ്യാ? എന്ത് ചെയ്യാന്നാ? ഞാൻ തന്ന പണം എനിക്ക് തിരികെ തന്നെ. എനിക്ക് ഈ പാട്ട വണ്ടി വേണ്ട. ഇതാ ഇപ്പൊ നന്നായത്. നേരത്തെ വന്ന് ഓടിച്ചു നോക്കിയിട്ട് കച്ചവടം ഉറപ്പിച്ച് പോയതല്ലേ. ദേ ഇന്നത്തോടെ ഈ കച്ചവടം ഇവിടെ അവസാനിച്ച്. ഈ കാറും ആന്റണി തമ്പി ഇപ്പൊ യാതൊരു ബന്ധവും ഇല്ല. താനെന്താ എന്നെ മണ്ടനാക്കാൻ കരുതിയ? അതെ, നമുക്ക് വേറെ വഴി ഉണ്ടാക്കാം. മിണ്ടാതിക്കടാ. താൻ മര്യാദക്ക് പണം തിരികെ തരണം. ഇല്ലെങ്കിലാ എടുക്കണം അതിന്റെ മോനെ എന്റെ പണം. താങ്കളെ ആന്റണി സംഗതി പടക്കാ. പൊട്ടിക്കഴിഞ്ഞ തൃശൂർ പൂരത്തിന്റെ കൂട്ടപ്പൊരിച്ചിലായിരിക്കും നെഞ്ചത്ത്. അത് വേണോ? ക്ഷമിക്കച്ചായ, ഇവൻ ആളറിയാതെ പറഞ്ഞതാ. ഗഡിയേ, ഇപ്പൊ നീ നിന്റെ കാറിനൊരു വില പറ. ഒതുങ്ങിയച്ചാ ഞാൻ എടുക്കാ. എനിക്കൊരു 2.5 ലക്ഷം രൂപ വേണം. ഞാൻ തന്ന പണം. ഈ പാട്ട വണ്ടിക്കാ ഞാനൊരു 50,000 രൂപ അങ്ങോട്ട് തരും. ആലോചിച്ചിട്ട് വന്നാ മതി കടയിലേക്ക്. ഇനി കൈ കാശില്ലെങ്കിൽ അതുണ്ടാക്കാനുള്ള വഴിയുണ്ട് ഇഷ്ട കയ്യില്. നോക്കണോ? എന്ത് വഴി? തന്റെ ഒരു കിഡ്നി ഒരെണ്ണം തന്നാ 5 ലക്ഷം രൂപ ഞാൻ അങ്ങോട്ട് എണ്ണി തരും. ആനണിക്ക് എല്ലാവർക്കും കച്ചവടമാണ്. താൻ സമയം കിട്ടുമ്പോ കടയിലേക്കൊന്ന് ഇറങ്ങ്, നമുക്ക് വഴിയുണ്ടാക്കാന്ന്. ഈ കാർ കച്ചവടമൊക്കെ ഒരു നമ്പർ ലിസ്റ്റാ. ഓക്കെ എന്നാ. ആ സൈനു, ഇന്ന് എന്നെയും കൂട്ടി നമ്മൾ സിനിമ കാണാൻ പോണം. ഹോട്ടലിൽ നിന്നൊരു ചിക്കൻ ബിരിയാണി. അനക്ക് ഞാനൊരു പുതിയ സാരിയും വാങ്ങിയിട്ടുണ്ട്. എന്നാ ശരി. കനവിന്നാൾ കനവിന്നാൾ മനമൊരു കുയിലായി, അരികിൽ നീ ഇണയാം തുണയായി, ഇശലുമഴ പൊഴിയും നിറവായി, മുരശൊലിയിൽ ഇളനീർ തണുവായി. കനവിന്നാൾ മനമൊരു കുയിലായി, അരികിൽ നീ ഇണയാം തുണയായി, ഇശലുമഴ പൊഴിയും നിറവായി, മുരശൊലിയിൽ ഇളനീർ തണുവായി. തിരളിയ പോലെ ആ മൊഴി മധുരാഭം, മാറത്തുമങ്ങിൻ തുള്ളി വീണ നേരം ആകെ തണുത്തു താപമോ
മാറത്തു മഞ്ഞിൻ തുള്ളി വീണ നേരം ആകെ തണുത്തു താപമോർമയായി നിലാവിരി നിനക്കൊരു കീരാവും കനവിന്നാൾ കനവിന്നാൾ മനമൊരു കുയിലായി അരികിൽ നീ ഇണയാം തുണയായി മഴ പൊഴിയും നിറവായി മുരശൊലിയിൽ ഇളനീർ തണുവായി വഴികളിലാകെ പൂവിതറിയതാര് ചാരത്തു വന്നാണമാകെ മാറ്റി ചേലത്ത കൈകൾ എന്നെ ഊയലാട്ടി ചാരത്തു വന്നാണമാകെ മാറ്റി ചേലൊത്ത കൈകൾ എന്നെ ഊയലാട്ടി അരികിൽ നീ ഇണയാം തുണയായി മഴ പൊഴിയും നിറവായി മുരശൊലിയിൽ ഇളനീർ തണുവായി മഴ പൊഴിയും നിറവായി മുരശൊലിയിൽ ഇളനീർ തണുവായി ഓ സൈനബ അഴകുള്ള സൈനബ എന്താ സൈനബ ഇതൊന്നും പതിവില്ലാത്തതാണല്ലോ. നിങ്ങളും പതിവില്ലാത്തല്ലേ പറഞ്ഞത്? നിക്കാഹ് കഴിഞ്ഞ് ഇങ്ങനെ ആദ്യമായിട്ടല്ലേ? അത് പിന്നെ ആർക്കാലും ദേഷ്യം വരില്ലേ സൈനബ? പണവും സ്വർണവും കൂട്ടി മൊത്തം 2 ലക്ഷം ഉറുപ്പ്യല്ലേ നിന്റെ ഉപ്പ നിക്കാഹിന് കടം പറഞ്ഞു കളഞ്ഞത് അല്ലേ? മക്കളുണ്ടാകാതിരിക്കുന്നത് എന്റെ കുഴപ്പമല്ലാന്ന് തെളിയിക്കാൻ ഒന്നിനെ കൂടെ കെട്ടാന്ന് വെച്ചാ ഈ അതിന് സമ്മതിക്കില്ല. അപ്പൊ പിന്നെ ദേഷ്യം വരാതിരിക്കും എന്റെ സൈനു. ഇനി ഞാൻ അങ്ങനെ ഒന്നും പറയൂല. ഈ എന്റെ സൈനിമോളല്ലേ? ദേ എന്താ ഇഷ്ടപ്പെട്ട? എന്നാ ചെല്ല്, വേഗം വേണം, സിനിമയുടെ സമയം തെറ്റും. നമ്മൾ ഇപ്പോഴാ കാണുന്നത്. നിക്കാഹ് കഴിഞ്ഞത് മുതൽ എന്നെ കാണുമ്പോ 2 ലക്ഷം രൂപയാ നമ്മുടെ മനസ്സിൽ. ഈ ആ പണം നമുക്ക് വേണ്ട. അന്റെ ഉപ്പാനെയും കണ്ട് നമുക്കത് പറയണം. എന്റെ പഠിച്ചോനെ കാണ കിനാവാണെന്ന സംശയം. ഇനിയും വൈകിയ സിനിമ കാണാൻ പറ്റില്ല. വേഗം വാ. എന്റെ പെണ്ണിനെ മാത്രം സിനിമയ്ക്ക് കൊണ്ടുപോകുള്ളൂ, അത് പറ്റില്ല. ഞാനും ഉണ്ട് സിനിമയ്ക്ക്. നീ വാ. നിന്റെ കച്ചൊന്നും ഇപ്പൊ പിടിക്കണ്ട. എന്നോടാണ് അങ്ങനെ എന്റെ പെണ്ണിനെ മാത്രം കൊണ്ടുപോകാൻ പറ്റൂല. എന്റെ കൈവച്ചാണ് മോന് കൊടുത്തത്. വിളിക്കാത്ത മോനാ. പറഞ്ഞു കൊടുക്കടി സൈത്താന്. പറയുന്ന കേക്കാൻ. എന്റെ മോളെ, ഉമ്മാക്ക് പെട്ടെന്നൊരു ദേഷ്യം വന്നതാ. ഉമ്മാടെ മോളെ സന്തോഷത്തോടെ പോയിട്ട് ബാട്ടാ.
എന്റെ കുട്ടീനെ ശ്രദ്ധിച്ചു കൊണ്ടോണട്ടാ. ഇങ്ങനെ പന്തം കണ്ട പെരിച്ചായനെ പോലെ നോക്കിക്കണ്ട് അങ്ങനെ കേറണി മോളെ. അതെ മോളെ, സിനിമയൊക്കെ കണ്ടിട്ട് അതിന്റെ കഥ അമ്മാക്ക് വന്ന് പറഞ്ഞു തന്നാ മതി. കേറ്, മാന്റെ മുത്ത് കേറടി. വണ്ടി ഓടിക്കണല്ലേ? പോയിട്ട് വരാം. ടാറ്റാ. നമ്മളിനി ഇങ്ങനെയൊന്നും ജീവിച്ചാ പോരാ. വീട് ടെറസാക്കണം, 2 ഓട്ടോ കൂടി വാങ്ങണം. രണ്ടിനും ഞാൻ മൊഞ്ചത്തി സൈനബാന്ന് പേരിടും. അതിനൊക്കെ ഒത്തിരി കാശ് വേണ്ടേ? എവിടെന്നാ എത്ര അധികം പണം? അതിനൊക്കെ ബൈ നമ്മൾ കണ്ടിക്കണ് സൈനു. മാത്രല്ല പുതിയ ഓട്ടോ നമ്മൾ ബുക്ക് ചെയ്തേക്കണ്. നിങ്ങള് നേരെ നോക്കി വണ്ടി പിടിക്കും. നിനക്ക് ഒരുപാട് സമയം ഞാൻ തന്നു. പലിശ മുതലും തരാതെ നിന്റെ വണ്ടി ഇനി ഓടില്ല ഭാസുര. ഏയ്, നിന്റെ ഈ പിള്ളേരോട് പറഞ്ഞേക്ക് ചാവി കൊണ്ടുപോകുന്നത് പ്രതാപവർമ്മയാണെന്ന്. പ്രതാപൻ സാറേ, ട്രിപ്പ് മുടങ്ങിയാൽ വലിയ നഷ്ടം വരും. ഇന്ന് രാത്രിക്കുള്ളിൽ നിങ്ങളുടെ പണം ഞാൻ എത്തിച്ചു തരും. അല്ലെങ്കിൽ എന്ത് വേണേലും ചെയ്തോ. രാത്രിക്കുള്ളിൽ കൊണ്ടുവന്നില്ലെങ്കിൽ ഞാനൊരു വരവ് വരും. ഈ ഇങ്ങോട്ട് ഇറങ്ങ് സൈനു. ഇതാരെ കാണാൻ? എവിടെ കാണാനല്ല, കാണിക്കാനാ. ആരെ കാണിക്കാൻ? അന്നെ തന്നെ. എന്നെയോ? എന്തിന്? എനിക്കൊന്നും ഇല്ലല്ലോ. അതൊക്കെ ഉണ്ട് സൈനബ. നമുക്ക് അന്തസ്സായി ജീവിക്കണ്ടേ? ബുക്ക് ചെയ്ത വണ്ടി വാങ്ങണ്ടേ? അതിന് പണം വേണം. അന്റെ ഉപ്പാന്റെ കയ്യിൽ നിന്ന് കിട്ടാനുള്ള പണമൊന്നും ഞാൻ വാങ്ങൂല. അപ്പൊ പിന്നെ പണം ഉണ്ടാക്കാൻ തോന്നിയ ബുദ്ധിയായത്. ഒരു കിഡ്നിക്ക് 5 ലക്ഷം രൂപ കിട്ടും. കിഡ്നിയാ? ആരുടെ കിഡ്നി? അന്റെ തന്നെ. ഒന്നുകൊണ്ടേ കാര്യമുള്ളൂന്നേ. അപ്പൊ പിന്നെ മറ്റേത് വിറ്റ് കാശാക്കി കൂടെ? കുറച്ചു നാൾ കഴിഞ്ഞാൽ എന്റെയും കൂടി വിൽക്കാം. ഈ നടക്ക് പേടിക്കണ്ടെന്ന്. ഇപ്പൊ ഗ്രൂപ്പ് നോക്കാൻ ചെറിയൊരു ടെസ്റ്റ്, അത്രേ ഉള്ളൂ. നീ നടക്കന്റെ സൈനു. സൈനു, ഇത് കഴിഞ്ഞ് അനക്ക് നമ്മളൊരു ഉഗ്രൻ ചിക്കൻ ബിരിയാണി വാങ്ങി തരുന്നുണ്ട്. പിന്നെ ഒരു സിനിമയും. ഹലോ, ആന്റണി സാറല്ലേ? സാറേ, ഞാൻ ജബ്ബാർ. 16-ാം തീയതി ഞങ്ങള് തൃശ്ശൂർ ഹോട്ടലിലേക്ക് വരുമ്പോ എന്തെങ്കിലും അഡ്വാൻസ് കിട്ടുമോ സാറേ? അഡ്വാൻസിനുള്ള യാതൊരു വകുപ്പില്ല ജബ്ബാറെ. ഒരു കാര്യം ചെയ്യിച്ചാ, നീ 16-ാം തീയതി ഇങ്ങോട്ട് വാ. എന്നിട്ട് നമുക്ക് നേരിലാ കണ്ട് കാര്യങ്ങൾ സംസാരിക്കാം. അപ്പൊ ഓക്കേട്ടാ. അപ്പൊ ഓർക്കെ മര്യാദ കുറക്കടാ. സാറേ, പറയാതിരിക്കാൻ വയ്യ. ഇടയ്ക്കിടയ്ക്കുള്ള സാറിന്റെ ഈ പെർഫോമൻസ് ഉണ്ടല്ലോ, കിടിലൻ. ദേവാസുര സിനിമയിലെ മംഗലശ്ശേരി നീലകണ്ഠ തന്നെ. സാറേ, സത്യം സാറിന്റെ ഒപ്പം നിൽക്കാൻ പറ്റിയത് ഞങ്ങളുടെ ഭാഗ്യമാ, ഞങ്ങളുടെ ദൈവമാ സാറ്.
എന്താ സാറേ, എന്തു പറ്റി? ഏയ്, ചെറിയൊരു വേദന. വണ്ടി പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വിട്. ഇതുവഴി കയറി എന്താ എന്താ ഡോക്ടർ? ഇത്തരം വേദന മുമ്പ് എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ? ഉണ്ട് ഡോക്ടർ. വേദന കൂടുമ്പോൾ 2 പെയിൻ കില്ലർ കഴിക്കും. തലകറക്കം? തലകറക്കം ഇടയ്ക്ക്. നിങ്ങളുടെ 2 വൃക്കയും പൂർണ്ണമായും ഫെയിലിയറാണ്. പേടിക്കണ്ട, വൃക്ക മാറ്റി വെച്ചാൽ മതി. ഉടനെ അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തണം. മറ്റ് ട്രീറ്റ്മെന്റുകളും തുടങ്ങാം. വൃക്ക മാറ്റി വെച്ചാൽ എല്ലാം ശരിയാകുമോ ഡോക്ടറെ? തീർച്ചയായും. വൃക്കദാനം ചെയ്യാൻ തയ്യാറുള്ള ഒരാളെ കണ്ടെത്താൻ ശ്രമിക്കേ. ഒരാളോ? എത്ര പേര് വേണം സർ? ഡോ സാർ, നമ്മുടെ പിള്ളേരോട് കാര്യം പറ. എന്നിട്ട് ബ്ലഡ് ഗ്രൂപ്പ് ടെസ്റ്റ് ചെയ്യ് വേഗം. ശരി സാർ. പ്രതാപൻ സാറിന്റെ കിഡ്നി മാറ്റിവെക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. നിങ്ങളിൽ ഒരാൾ കിഡ്നി ദാനം ചെയ്യണം. ഒരു കാര്യം ചെയ്യ്, എല്ലാവരും അവരവരുടെ ഗ്രൂപ്പ് ടെസ്റ്റ് ചെയ്യേ. ലാബിലേക്ക് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. എവിടെ അവരെല്ലാം? അവരെല്ലാം ബ്ലഡ് ഗ്രൂപ്പ് ടെസ്റ്റ് ചെയ്യാൻ പോയിരിക്കുകയാണ്. ഞാനൊന്ന് താൻ വേഗം ഒന്ന് വിളിച്ചു നോക്ക്. എല്ലാവരും സ്വിച്ച് ഓഫ് ആണ് സാർ. സ്വിച്ച് ഓഫോ? ആ, എന്നാ താനൊന്ന് പോയി ടെസ്റ്റ് ചെയ്യ്. വേഗം ചെല്ല്. അതെ സാർ. എന്താ? എൻ്റെ മകളുടെ ചികിത്സയുടെ കാര്യത്തിന് വേണ്ടി വന്നാ. ഓ, താനങ്ങോട്ടിരിക്കെ. ഓ, പാവപ്പെട്ടവരുടെ കല്യാണത്തിന് ആളുകൾ ഭക്ഷണം കഴിക്കുന്നതിന്റെ ഫോട്ടോയാണ് വേണ്ടത്. ദേ ഇതിലോ, കോട്ടിട്ടവരും ഗോൾഡ് ഇട്ട പെണ്ണുങ്ങളും. അനാഥർക്ക് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണത്തിന്റെ പ്രൂഫായി അയക്കാനാണ് ഈ ഫോട്ടോ. പുറത്തുനിന്നും ഫണ്ട് വരണ്ടേ? താൻ ചെല്ല്. ആ ശരി സാർ. ആ പാടോ. ഓ, ഇരിക്ക്. ഓ, ആ പറഞ്ഞോളൂ. എൻ്റെ മകളുടെ കിഡ്നി ഓപ്പറേഷൻ എന്തെങ്കിലും ഒരു സഹായം ചോദിച്ചു വന്നാ. താൻ എന്താ ചെയ്യുന്നത്? ഞാനൊരു കലാകാരനാണ്, ഒരു നാടകക്കാരൻ. അവശ കലാകാരൻ. എൻ്റെ മകളുടെ ജീവൻ നിങ്ങളെപ്പോലെ കുറെ സന്മനസ്സുള്ളവരുടെ കയ്യിലാണ്. മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, കുട്ടിയുടെ ഫോട്ടോ, പിന്നെ അപേക്ഷ. ഓ, അതെല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്. താൻ പേടിക്കണ്ട. തനിക്ക് ഞാൻ ട്രസ്റ്റിൽ നിന്നും 1 ലക്ഷം രൂപ വാങ്ങിത്തരും. പക്ഷേ
75,000 ഞാൻ എടുക്കും. അങ്ങനെയാണെങ്കിൽ ഇരിക്കാം. അല്ലെങ്കിൽ ഡോ 2 ചായ. തേടി തേടി പോകേ ദൂരെ ദൂരെയാകും കാനൽ ജാലമല്ലോ ജീവിതം. കണ്ണിൽ കാൺമതെല്ലാം മിന്നൽ പോലെ മായും കാലജാലമാണോ ജീവരാശിയെല്ലാം. തേടി തേടി പോകേ ദൂരെ ദൂരെയാകും കാനൽ ജാലമല്ലോ ജീവിതം. വെണ്ണീറണിഞ്ഞു നിന്നു സന്ധ്യകൾ കണ്ണീരിറുന്ന കാവ്യം മൂകമോദി താരാശതങ്ങൾ ആത്മനൊമ്പരം തേജോശരങ്ങളായി ചൂടിയോ. ആരാനുമുണ്ടോ ചൂടാറ്റാനോ ആരാനുമുണ്ടോ നീരൂട്ടാനോ. തേടി തേടി പോകേ ദൂരെ ദൂരെയാകും കാനൽ ജാലമല്ലോ ജീവിതം. പല്ലവി പാടിത്തീരും മുമ്പിതാ ഇടറിത്തെറിച്ചോ ഈണമാകവേ നട്ടുവൻ മീട്ടിത്തീരും മുമ്പിതാ പൊട്ടിത്തകർന്നോ വീണാ തന്ത്രികൾ. ആരാനുമുണ്ടോ ചൂടാറ്റാൻ ഓ ആരാനുമുണ്ടോ നീരൂട്ടാനോ. തേടി തേടി പോകേ ദൂരെ ദൂരെയാകും കാനൽ ജാലമല്ലോ ജീവിതം. കണ്ണിൽ കാൺമതെല്ലാം മിന്നൽ പോലെ മായും കാലജാലമാണോ ജീവരാശിയെല്ലാം. തേടി തേടി പോകേ ദൂരെ ദൂരെയാകും കാനൽ ജാലമല്ലോ ജീവിതം.
ഈ സമയത്ത്? നോക്കട്ടെ. ഹലോ, ആ ഞാൻ ആന്റണിയാണ്ടാ. ബി പോസിറ്റീവ് കിഡ്നി അല്ലേ പറഞ്ഞത്? സാധനം റെഡിയാണ്ടാ. വളരെ വളരെ നന്ദിയുണ്ട്. കാലത്തന്നെ വന്നേക്കാം ഞാൻ. നാളെ ഇങ്ങോട്ട് വരണ്ട. എന്നാ വരണ്ടേന്ന് ഞാൻ അങ്ങോട്ട് വിളിച്ചു പറയാം. പിന്നെ 15 ലക്ഷം രൂപയാണ് റേറ്റ്. 15 ലക്ഷം രൂപയോ? ദൈവമേ, 15 ലക്ഷം രൂപയോ? സാറേ, ഞങ്ങൾ പാവപ്പെട്ടവരാണ്. ഇത്രയധികം പണം ഈ ജന്മം മുഴുവൻ ജോലി ചെയ്താലും എനിക്കുണ്ടാക്കാൻ സാധിക്കില്ല. ഹൈ, മാർക്കറ്റിലെ ഏറ്റവും കുറഞ്ഞ റേറ്റാണ് ബായി ഞാൻ പറഞ്ഞത്. സെന്റിമെന്റ്സ് പറഞ്ഞാലൊന്നും ഇവിടെ വർക്കൗട്ട് ആവൂല. വരുന്ന 16-ാം തീയതി MG റോഡിലുള്ള ഹോട്ടൽ മലബാർ അടുക്കളയിലേക്ക് വാ. കച്ചവടം നമുക്ക് അവിടെ വെച്ച് നടത്താം. സെന്റിമെന്റ്സ് അതും എന്റെ അടുത്ത്. ഞാൻ പോട്ടെ മുതലാളി. ഹൈ, നിനക്ക് ഇവിടെ കിടന്നൂടാ കന്നാലി. നീ എന്തുകൊണ്ടാണ് ഇപ്പൊ പാതിരാത്രി വീട്ടിലേക്ക് പോണേ? അത് വേണ്ട മുതലാളി. ഉറങ്ങി എഴുന്നേക്കുമ്പോ ചിലപ്പോ കിഡ്നി ഒന്നും കണ്ടു വരില്ല. അപ്പൊ നിനക്ക് എന്നെ തീരെ വിശ്വാസം ഇല്ലേ? സത്യം പറഞ്ഞാ അതില്ല. എന്തുട്ടാടാ നിനക്കൊരു ആക്കിയ ചിരി? അല്ല, കർത്താവ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ കർത്താവിന്റെ കിഡ്നി വരെ മുതലാളി അടിച്ചു മാറ്റി വിറ്റേനെ. ഇതാ ഇപ്പൊ നന്നായത്. എടാ, രണ്ടുള്ളവൻ ഒന്നും മറ്റുള്ളവന് കൊടുക്കാൻ പറഞ്ഞതും ഈ കർത്താവ് കടി തന്നെ. എന്റെ കർത്താവേ, ഈ പിശാചിനോടൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക്. അതെ, നീ ഷോപ്പിൽ തന്നെ ഉണ്ടാവണോട്ടാ. പെണ്ണുങ്ങളുടെ വായ നോക്കാനൊന്നും പോരുന്നിട്ടാ. പിന്നെ കാർ മൊത്തം കഴുകിയിട്ടേക്കണം. അപ്പൊ ചെല്ലു വിട്ടോ. ശരി, ഓക്കെ. അച്ചായോ, കുറച്ചു നാളായല്ലോ കണ്ടിട്ട്. എന്താ കച്ചവടം മോശമാണോ? നമ്മുടെ നാട്ടില് ദാരിദ്ര്യമുള്ള കാലം വരെ കച്ചവടത്തിന് ഒരു മുട്ടും ഉണ്ടാവില്ല ഇഷ്ടാ. പിന്നെ നൂലാമാലകളൊക്കെ കഴിച്ചു വരുമ്പോ ലക്ഷ ടൈം എടുക്കും. ചൂണ്ടയിൽ പണം കൊളുത്തി അങ്ങോട്ട് ഇട്ടാ കിഡ്നി അല്ല എന്ത് വിൽക്കാനും ഗഡികൾ ക്യൂവാ. എന്നാലും കച്ചവടം നടക്കാൻ ലേശം കഷ്ടപ്പാടുണ്ട്. എന്നാലും ഞങ്ങൾ ഈ തീയും പുകയും കൊണ്ട് ഉണ്ടാക്കുന്നതിന് ഒരളവുണ്ടല്ലോ അച്ചായ. ഇതിന് വല്ല അളവ് കൊണ്ടോ? എന്തുട്ടാ സുഖം തന്നെയല്ലേ? ഓ, അങ്ങനെ പോകുന്നു. വരുന്ന 16-ാം തീയതി നമ്മുടെ കുറച്ച് കസ്റ്റമേഴ്സ് വരുന്നുണ്ട്. അപ്പൊ നീ തന്നെ അവരൊന്ന് മാനേജ് ചെയ്തേക്കണം. ഓ ശരി. എന്നാ ഗഡി വിട്ടോ. ഓക്കെ സാർ. അപ്പൊ പതിവ് പോലെ വരുന്നവർക്കെല്ലാം ആന്റണി സ്പെഷ്യൽ ബിരിയാണി. അതങ്ങോട്ട് പെടച്ചോ. എത്ര പേരുണ്ടാവും ഞാനാ വിളിച്ചു പറഞ്ഞോളാം. ആയിക്കോട്ടെ. എന്നാ അടുത്ത മീറ്റ് 16-ന്. ഓക്കെ. ഇന്നൊരു ബാധ ഒഴിപ്പിക്കുന്ന ദിവസമാണ്. ഹലോ, എപ്പോഴാ വരുന്നേ? ഞാൻ ഇറങ്ങാൻ പോവാ. ഇറങ്ങാനോ? നമുക്കിങ്ങനെ തന്നെ പോകാം. നിന്റെ ഭർത്താവില്ലാത്തപ്പോ പകരം ഒരു സെറ്റപ്പ്. ഒന്നിച്ച് ജീവിച്ച കട്ട് തിന്നുന്നതിന്റെ സുഖം കിട്ടുമോ മോളെ? പിന്നെ സ്വർണം, അതെന്നും നിന്നെ ഹാപ്പി ആക്കുന്നതിന്റെ ടിപ്പായിട്ട് കരുതിയാ മതി. ഹേയ്, ഇനി ഞാൻ വരാം. 6 പാക്ക് ആൻഡ് ഹാൻഡ്സം ഒന്ന് ട്രൈ ചെയ്തൂടെ? പണമുള്ള ഏതെങ്കിലും സുന്ദരി വന്ന് കേറണേ. ഹലോ അലീന, അടുത്ത മാസം ഞാൻ വരും. നിനക്ക് എന്താ വേണ്ടത്? അലീന, അലീന, ഹലോ.
അതിനെത്ര? കഴിഞ്ഞ ആഴ്ച 50 രൂപ. 50 രൂപ ഇന്നാ കൂടിയത്. പിന്നെ ഹലോ ഹലോ, കിഡ്നി തരാൻ തയ്യാറാണെന്ന പത്രത്തിലെ പരസ്യം കണ്ടിട്ട് വിളിക്കുക. ഞാൻ ഏജന്റ് ആന്റണിയാ. അതേന്ന് ഈ പത്രത്തിൽ കാണുന്ന നമ്പറൊക്കെ ഞങ്ങൾ ഏജന്റുമാരുടെ നമ്പറാണ്. ഇഷ്ടാ ഏതാ ഗ്രൂപ്പ്? ഓ പോസിറ്റീവാ, ഉടനെ വേണം. ഗഡി എന്തുട്ടായി പറയണത്? അത്ര പെട്ടെന്ന് എടുത്താൽ ഇത് ആപ്പിൾ ഓറഞ്ച് ഒന്നും അല്ല. ഇഷ്ട അതിന് കുറെ നിയമങ്ങളുണ്ട്. ആദ്യം കച്ചവടം, പിന്നെ നിയമം പറയാം. എന്താ ജോലി? ഫൈനാൻസ് ഉണ്ട്, ഒപ്പം ഒരല്പം രാഷ്ട്രീയം. സാർ പേടിക്കണ്ടട്ടാ, ഒട്ടന്നെ ശരിയാക്കാം. പിന്നെ 20 ലക്ഷം രൂപയാണ് റേറ്റ്. സർ, പണം ഒരു പ്രശ്നമല്ല സർ, പ്ലീസ്. എന്നാ കിഡ്നി ഒരു പ്രശ്നമല്ലെന്നേ. ഒരു കാര്യം ചെയ്യും, 16-ാം തീയതി ഇങ്ങോട്ട് വണ്ടി കയറി. ബാക്കിയൊക്കെ നമുക്ക് അവിടെ വെച്ച് ഡീൽ ചെയ്യാം. നമ്മുടെ MG റോട്ടിലെ ഹോട്ടൽ മലബാർ അടുക്കളയിലേക്ക്. ആ ചേട്ടാ, ആപ്പിളിന് എന്തുട്ടാ വില? 200 രൂപ. ഒടുക്കത്തെ വിലയാണല്ലോ സ്റ്റാ. ആപ്പിൾ കഴിക്കൂ ഡോക്ടർ ഒഴിവാക്കുന്നാണല്ലോ ചൊല്ല്. ഇതിൽ പേദം ഡോക്ടർ തന്നെയാ. ഗുഡ് മോർണിംഗ്. വാ വാ ഇരിക്കെ. ഇനി എന്നാ അടുത്ത സെറ്റിൽമെന്റ്? ഈ മാസം 16-ന് ഞാനൊരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. UK നമ്മുടെ ഡിക്സൺ വിളിച്ചിരുന്നു, തന്നെ അന്വേഷിച്ചിരുന്നു. ഇന്റർനാഷണൽ മാർക്കറ്റിന്റെ സാധ്യത ആന്റണി ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ലെന്നാ ഡിക്സൺ പറയുന്നത്. ഡോക്ടർ എന്തുട്ടാണ് ഈ പറയണത്? എത്ര പേർക്ക് കമ്മീഷനാ കൊടുക്കണം? റിസ്ക് മുഴുവനും എനിക്കാണ്. എന്നാ കിട്ടണതോ? ഞാൻ അലീനയാണ്. അതെ, നിങ്ങൾക്ക് പണത്തിന് അത്യാവശ്യമുണ്ട്. മറ്റു മാർഗമില്ലാത്തോണ്ടാണ് ഓരോരുത്തരും കിഡ്നി വിൽക്കണത്. എന്നാലും നീയൊരു പെങ്കൊച്ചല്ലേ, റിസ്ക് എടുക്കാൻ വയ്യ പെങ്ങളെ. ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഭർത്താവ് കെട്ടിയിട്ട് ഒരു ഒപ്പ്, പിന്നെ അച്ഛനോ അമ്മയോ, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ശരി എന്റെ കൊച്ചേ, എല്ലാം ഓക്കെ ആണെങ്കിൽ വിളിക്ക്. ഞാൻ ഇച്ചിരി ബിസിയാണ്ടാ. ബിസിനസ് തകർക്കുകയാണല്ലോ. എല്ലാ പത്രത്തിലും പരസ്യം ചെയ്ത് ചിലന്തി വല പിരിച്ചിരിക്കും പോലെ അങ്ങിരിക്കും. അപ്പൊ വന്ന് ചാടിക്കോളും ദരിദ്ര നാരായണന്മാര്. പിന്നെ കസ്റ്റമേഴ്സിന്റെ ഹാപ്പി ആണല്ലോ നമ്മുടെ ഹാപ്പി. അപ്പനും അമ്മയും റെഡിയാണ്ടാ. പിന്നെ ഓപ്പറേഷൻ വളരെ രഹസ്യമായിരിക്കും. കിട്ടുന്ന പണത്തിൽ നിന്ന് 1 ലക്ഷം രൂപ ആ വഴിക്ക് സ്കൂട്ടാവും. ഈ കണ്ടീഷൻ റെഡിയാണെങ്കിൽ വരുന്ന 16-ാം തീയതി MG റോഡിലുള്ള മലബാർ അടുക്കളേക്ക് വരിക. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നേരിട്ടാ കണ്ട് സംസാരിക്കാം. അപ്പൊ ഓക്കേട്ടാ. Thank you.
നിന്റെ തലയിൽ ഇടുത്തി വീടും ദുഷ്ട. അപ്പോ അനന്തു ഹീസ് മൈ ബ്രദർ. അവൻ കൂട്ടത്തിൽ നിന്ന് വഴിമാറിയതെപ്പോഴാണെന്ന് ഞാൻ അറിഞ്ഞില്ല. അറിഞ്ഞപ്പോഴേക്കും തിരുത്താനാവാത്ത തെറ്റായി അവൻ മാറിക്കഴിഞ്ഞിരുന്നു. ഓ, ഞാനൊരു സിനിമാക്കാരനല്ല ശരത്തെ. ഇനിയൊരു സിനിമ കൂടി ചെയ്യുമോന്നും എനിക്കറിയില്ല. സിനിമ ഒരു എന്റർടൈനർ മാത്രമല്ല, സമൂഹത്തിന് തിരിച്ചറിവുണ്ടാക്കാൻ കഴിയുന്ന ശക്തമായ ഒരു മാധ്യമം കൂടിയാണ്. അനന്തോ, ഇതേതാടാ ബൈക്ക്? അനന്തോ, അമ്മേ, അത് കുഞ്ഞേട്ടന്റെ ബൈക്കാ, പുതിയതാ. ബൈക്ക് വാങ്ങിക്കാൻ നിനക്ക് എവിടെ നിന്നാ പണം? അത് കൂട്ടുകാർ ഹെൽപ്പ് ചെയ്തു, കുറച്ച് പണം ലോണാ. അനന്തോ, നീ എന്തിനാ അവനോട് എപ്പോഴും ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നേ? അതെ, ഈ വലിയേട്ടന് കുശുമ്പ. ഇതേതാ മൊബൈല്? അത് കുഞ്ഞേട്ടൻ വാങ്ങി തന്നതാ. അത് ഞാനേ. അത് അനന്ത് വാങ്ങിക്കൊടുത്തതാ. ഇപ്പോഴത്തെ എല്ലാ കുട്ടികളുടെ കയ്യിലും മൊബൈൽ ഇല്ലേ? മോൾക്ക് ഇത് ഉപയോഗിക്കാനുള്ള പക്വതയാകുമ്പോ വലിയേട്ട വാങ്ങിത്തരാം. അമ്മ നോക്ക്. അനന്തോ, റിയാദ് എന്നെ വിളിച്ചിരുന്നു. നീ കുറച്ചാളായിട്ട് കമ്പനിയിലേക്ക് ചെല്ലാറില്ലെന്ന് പറഞ്ഞു. ഏട്ടാ, 6500 രൂപ കിട്ടാൻ ഒരു മാസം മുഴുവൻ പെടാപ്പാട് പെടണം. അവിടുന്ന് 10 മാസം കൊണ്ട് കിട്ടുന്ന പണം 10 ദിവസം കൊണ്ട് ഞാൻ ഉണ്ടാക്കും. എങ്ങനെ? ഏട്ടൻ ഇപ്പൊ ക്യാഷ് വല്ലതും വേണോ? കുഞ്ഞേട്ടാ, എനിക്ക് വേണം. മതിയോ? താങ്ക്സ് കുഞ്ഞേട്ടാ. കുഞ്ഞേട്ടാ, എന്നെ ഒന്ന് കോളേജിലേക്ക് ഡ്രോപ്പ് ചെയ്യോ? പിന്നെന്താ? അപ്പൊ ചേട്ടാ, ഞാൻ പോവാണേ. അവൻ എവിടുന്ന ഇത്ര പണം അമ്മ ചോദിച്ചില്ലേ? അവനെന്താ കൊച്ചുകുട്ടിയാ? പണം ഉണ്ടാക്കാനേ അവൻ മിടുക്കനാ. എന്റെ ചക്കരല്ലടാ, ഒരു ഉമ്മതാ. നീ ഇപ്പൊ ഏത് ഡ്രസ് ആയിട്ടിരിക്കുന്നേ? മുത്ത, എനിക്ക് നിന്നെ കാണാൻ കൊതിയാവുന്നടാ. മോളെ, നീ എവിടെയെന്ന് പറഞ്ഞാ മതി, ഞാൻ അങ്ങോട്ട് വരാം. പ്ലീസ്ഡാ. എന്താടാ, ഇപ്പഴേ തുടങ്ങിയോ? ഓക്കേടാ മുത്തേ, ഡാഡി വന്നു, ഞാൻ പിന്നെ വിളിക്കാം. അവള് വീഡിയോ അയച്ചെന്നാടാ. യെസ്, കാണണോ? ഒന്ന് സെൻഡ് ചെയ്താടാ. മോനെ, അക്കളി വേണ്ട. യൂട്യൂബിൽ വന്നാ പിന്നെ അത് തലേന്ന് ഇറക്കി വെക്കാൻ വല്ലാത്ത പാടാ. ഇതവളാ, പഴയ കേസ് അലീന. ഈ നമ്പർ അവൾക്ക് എവിടെ നിന്ന് കിട്ടി? ഹലോ, ഞാൻ അലീനയാ. എനിക്കെന്റെ ആഭരണങ്ങൾ തിരിച്ചു തരണം. അതിനുള്ള പണം ഞാൻ തരാം. അലീന, എന്നോട് ക്ഷമിക്കൂ അലീന. ഇത്രയും നാൾ നിന്നോട് ചെയ്ത തെറ്റോർത്ത് ഞാൻ സ്വയം ശപിച്ചു കഴിയായിരുന്നു. നിർത്തണ നായേ. നിന്നോടുള്ള പ്രേമം പുതുക്കാനല്ല ഞാൻ വിളിച്ചത്. ഒരു പാവം മനുഷ്യനെ ചതിച്ചതിന്റെ വേദന ഇപ്പോഴും എന്റെ നെഞ്ചിലുണ്ട്. ദയവ് ചെയ്ത് ആ ആഭരണങ്ങൾ എനിക്ക് തിരിച്ചു തരണം. അലീന, നീ എന്നെ വിശ്വസിക്കില്ലെന്നറിയാം. എന്റെ കയ്യിൽ പണമില്ലാഞ്ഞിട്ടാ. നീ പണം തന്നാ പിന്നെ എന്താ പ്രശ്നം? പിന്നെ ഉടനെ അതിന്റെ പലിശയെങ്കിലും അടച്ചു വെക്കണം. ദയവ് ചെയ്ത് ഇനിയും എന്നെ ചതിക്കരുത്. പണം വരുന്ന വഴി കണ്ടോടാ മച്ചു. സ്വർണ്ണമൊക്കെ ഞാൻ എന്നേ വിറ്റ് കാശാക്കി. കെട്ടിയോ മരുഭൂമി കിടന്ന് കഷ്ടപ്പെടുമ്പോ സുഖം തേടി പോന്ന ഇവളോടൊക്കെ എന്ത് സെന്റിമെന്റ്സ്. മാക്സിമം മുതലാക്കി കഴിഞ്ഞാ ദാ ഇതേപോലെ അങ്ങോട്ട് വലിച്ചെറിയ. ഹലോ, ഹലോ. അതെ, ഇനി ഞാൻ വേറൊരു നമ്പർ തരാം, അതിലേക്ക് വിളിച്ചാൽ മതി. 9605667152. പിന്നെ ഒരു മിനിറ്റ്.
മുതലാളി വരുന്നുണ്ട്, കൊടുക്കാം. കന്നാലി, നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നെ ഫോൺ എടുക്കരുന്ന്. ഇനി എന്റെ മൊബൈൽ എടുത്താ വിവരം അറിയുന്നീ. ഹലോ, ആരാണ്? മിസ്സായി പോയി. സെറ്റപ്പ് കേസായിരുന്നു. കറക്റ്റ് ടൈമിന് തന്നെ നാശം വന്ന് കേറി. എന്റെ പൊന്നു പെങ്ങളെ, അഡ്വാൻസ് കാശ് കൊടുത്തിട്ട് ഒരിടപാടില്ല. എല്ലാം ഓക്കെയാ. പൊട്ടിക്കാണ്ട് പറഞ്ഞ കാശ് അങ്ങടെ എണ്ണി അങ്ങോട്ട് തരും. അപ്പൊ ഓക്കെ അല്ലേ? ഓക്കെ, അതന്നെ. എന്റെ പുണ്യാളാ, കാലന്റെ വായിലേക്കാണുള്ള ഗഡിയുടെ ഒടുക്കത്തെ പോക്ക്. സാരമില്ല മോളെ. അമ്മേ, അമ്മ അവനെ കണ്ടോ? ഇപ്പൊ കാണാൻ പറ്റത്തില്ലെന്നാ പറഞ്ഞേ. എന്താ സംഭവിച്ചത്? ആക്സിഡന്റ് ആയിരുന്നു, ഹെഡ് ഇഞ്ചുറി. ഞാൻ പോയി ഡോക്ടറെ ഒന്ന് കണ്ടേ. പേടിക്കണ്ട അമ്മേ, ഒന്നും സംഭവിക്കില്ല. എക്സ്ക്യൂസ് മീ ഡോക്ടർ. ഡോക്ടർ, ഞാൻ കുറച്ചു നേരത്തെ ആക്സിഡന്റായി കൊണ്ടുവന്ന പേഷ്യന്റ് ജ്യേഷ്ഠനാണ്. ഓക്കെ, ഇരിക്കും. എന്താ അവന്റെ പേര്? അനന്തു. ഓ, അവൻ ഡ്രഗ് ഉപയോഗിക്കുമായിരുന്നല്ലേ? ഡ്രഗോ? അല്ല, എന്താ ഡോക്ടർ അങ്ങനെ ചോദിച്ചത്? വാഹനം ഓടിക്കുമ്പോൾ അവൻ ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ വെന്റിലേറ്ററിലാണ്. ഞങ്ങൾ മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഡോക്ടർ, എന്തായാലും അറിയിക്കാനുള്ളവരെയൊക്കെ അറിയിച്ചോളൂ. സാധ്യത വളരെ കുറവാണ്. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എല്ലാ ശാസ്ത്രത്തിനു മുകളിലും ദൈവമെന്നൊരു ശാസ്ത്രമുണ്ടല്ലോ. ചെല്ലു. എന്റെ ഇഷ്ട ഇവിടെ ദൈവങ്ങളല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് പ്രതാപൻ സാർ ക്യാഷ് റെഡിയാക്കി വെച്ചോ. ഓപ്പോസിറ്റീവ് കിഡ്നി റെഡിയാണ്. പിന്നെ ഞാൻ പറയണ ഹോസ്പിറ്റലിൽ ഞാൻ പറഞ്ഞ ഡോക്ടറെ പോയി കൺസൾട്ട് ചെയ്യണം. പിന്നെ 16-ാം തീയതി വരുമ്പോ ആ സ്യൂട്ട് കേസ്. ഇയാളെപ്പോഴും ബിസി ആണല്ലോ. ഒടുക്കത്തെ കച്ചവടമായിരിക്കും. സൈനവാ, സൈനവാ, ഞമ്മള് 16-ാം തീയതി തന്നെ പോവും. ഇജ്ജ് അവിടെ ചെന്ന് കണകുണ പറഞ്ഞ അന്റെ മയ്യത്തെ എടുക്കും. ഇജ്ജ് പറയണോ എന്റെ കിഡ്നി എടുത്തോളീന്ന്. എനിക്ക് പെരുത്ത സമ്മതാണ്. എനിക്ക് പേടിയാ. ഇക്കൊക്കെ എടുത്തൂടെ? പണത്തിന് ആർത്തിയാണെങ്കിൽ മൊയ് 3 ചൊല്ലി ഞമ്മളൊന്ന് നീട്ടി തുപ്പിയാ പിന്നെ ഈ എന്റെ വീട്ടിലെ ഓർത്തോ. ശ്രീധനം വാങ്ങി ഞമ്മക്കിന്നെയും കേട്ട. നിങ്ങൾ നോക്കിയോ, ഞാൻ മയ്യത്താവുള്ളൂ. എന്നാ എന്റെ സൈനു, ഞമ്മക്ക് എന്റെ 2 കിഡ്നിയും ഒന്നിച്ച് അങ്ങോട്ട് വിൽക്കാം. എന്തേ നാശം പിടിക്കാൻ വീണ്ടും ബിസി. പണ്ടാറ ഉണങ്ങാൻ. ഹലോ ഹലോ ഹലോ. ഭയങ്കര ബിസിയാണ്. നിങ്ങൾ ഇങ്ങനെ വിളിച്ചിട്ട് കാര്യമില്ല. പറഞ്ഞ ക്യാഷ് റെഡിയാണ്. ഇത്രയും പണം ഞങ്ങളുടെ ഇല്ല. ഒരു കുഞ്ഞിന്റെ ജീവൻ ഓർത്തെങ്കിലും. എന്റെ പൊന്നിസ്റ്റ, നിങ്ങൾ മറ്റുള്ളവരായിട്ട് ബന്ധപ്പെട്ട് നോക്ക്. അപ്പൊ ചിലപ്പോ ഫ്രീ ആയിട്ട് കിട്ടുമായിരിക്കും. നിങ്ങൾക്ക് എന്റെ കിഡ്നി എടുക്കാം. പകരം എന്റെ മോളുടെ ഗ്രൂപ്പിൽപ്പെട്ട ഒന്ന് തരാൻ പറ്റുമോ? അത് ന്യായം. അപ്പൊ നിങ്ങളുടെ കിഡ്നി പിന്നെ കയ്യിലിരിക്കുന്നു എന്ന് പറഞ്ഞ 5 ലക്ഷം രൂപയും എന്തേ സമ്മതമാണോ? സമ്മതം. ഞാൻ വരാം 16-ാം തീയതി. ഇത് അനന്തുവിന്റെ മൊബൈലാ.
ചേട്ടാ ഞങ്ങൾ പോയിട്ട് വരാം. അവൻ ഡ്രഗ്സ് ഉപയോഗിക്കായിരുന്നോ? അറിയില്ല. നിങ്ങളോ? അതെന്താ ചേട്ടാ അങ്ങനെ ചോദിച്ചത്? ജീവിതം ഏതെങ്കിലും ആശുപത്രി വരാന്തയിൽ അവസാനിപ്പിക്കാതിരിക്കാൻ വേണ്ടി ചോദിച്ചതാ. നിങ്ങൾ പൊയ്ക്കോ. ഒരു സ്ത്രീക്കും സംഭവിച്ചു കൂടാത്ത വലിയ തെറ്റ്. കൊടും ചൂടിൽ എനിക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ഒന്നും അറിയാത്ത ഒരു പാവം മനുഷ്യനെയാണ് ഞാൻ ചതിച്ചത്. ഞാൻ അനന്തുവിന് നൽകിയ സ്വർണം അദ്ദേഹത്തിന്റെ അധ്വാനമാണ്. പ്രായശ്ചിത്തമായി എനിക്ക് ആഭരണങ്ങൾ തിരിച്ചു നൽകണം. എനിക്കിനി ജീവിക്കണമെന്ന് ആഗ്രഹമില്ല. ഞാൻ എന്റെ കിഡ്നി വിൽക്കാൻ പോവാ. എന്തിന്? ഞാൻ ആ പണവുമായി വരും. എങ്ങനെയെങ്കിലും ആഭരണങ്ങൾ എടുത്തു തരാൻ എന്നെ സഹായിക്കണം. നിങ്ങൾ എന്താ ഈ പറയുന്നത്? ഈ മാസം 16-ാം തീയതി തൃശ്ശൂരിലെ മലബാർ ഹോട്ടലിലേക്ക് വരാനാ അയാൾ പറഞ്ഞത്. ആര്? ഏജന്റ് ആന്റണി. നശ്വരമായ ജീവിതത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും മഹത്തായ പുണ്യപ്രവൃത്തിയാണ് അവയവദാനം. മരണഭയത്തോടെ എൻ്റെ മുന്നിൽ വരുന്ന രോഗികൾക്ക് ജീവിതത്തിലേക്ക് തിരികെ വരാൻ നമ്മുടെ കരുണ മാത്രം മതി. സ്വന്തം വൃക്ക പകർത്തു കൊടുത്ത മനുഷ്യസ്നേഹികൾ മാതൃകയായി നമ്മുടെ മുന്നിലുണ്ട്. ഈ അവസരത്തിൽ എൻ്റെ മനസ്സിലുള്ള അവരോടുള്ള ആദരവ് ഞാൻ അറിയിക്കുന്നു. എന്നാൽ ഈ മനുഷ്യസ്നേഹത്തെ ഇല്ലാതാക്കി വലിയൊരു സംഘം കച്ചവടക്കാർ നമ്മുടെ ഇടയിലുണ്ട്. അവർ ഉന്നം വയ്ക്കുന്നത് നമ്മുടെ ദാരിദ്ര്യമാണ്. ദാരിദ്ര്യം മുതലെടുത്ത് അവർ നമ്മെ വശീകരിക്കുന്നു. പിന്നെ വലിയൊരു തുകയ്ക്ക് അവരിത് മറിച്ച് വിൽക്കും. ഈ ഒരു കച്ചവടത്തെ ഇല്ലാതാക്കാൻ നമ്മുടെ നിയമങ്ങൾ ഇന്ന് അപര്യാപ്തമാണ്. ശക്തമായ നിയമനിർമ്മാണം ഇതിന് അനിവാര്യമാണ്. ശാരീരിക തിന്മകൾ ചെയ്യാത്ത മനുഷ്യന് ഒരായുസ് ജീവിച്ചു തീർക്കാൻ ഒരു കിഡ്നി മാത്രം മതി. നമ്മുടെ സമൂഹത്തിൽ ഒരാളുടെ ജീവന് താങ്ങായി മാറാൻ നമുക്ക് കഴിയട്ടെ. സർ, എന്താ? എനിക്ക് സാറിനോട് കുറച്ച് പേഴ്സണലായിട്ട് സംസാരിക്കാനുണ്ട്. എങ്കിൽ ഇന്ന് വൈകിട്ട് ഓഫീസിലേക്ക് വരും, അവിടെ വെച്ച് സംസാരിക്കും. ശരി സാർ. എന്താണ് അയാളുടെ പേര്? ആന്റണി, ഏജന്റ് ആന്റണി. യെസ്, ഞാൻ അറിയും അയാളെ. ദരിദ്രരുടെ മുമ്പിൽ പ്രലോഭനങ്ങളുമായി വന്ന് ചൂഷണം ചെയ്യുന്ന ക്രിമിനലാണ് അയാൾ. ഒരു തവണ പോലീസ് പിടിച്ചിട്ടുണ്ട്. ഉന്നതങ്ങളിൽ പിടിപാടുള്ളതുകൊണ്ടും പരാതിക്കാരില്ലാത്തതുകൊണ്ടും അയാൾ രക്ഷപ്പെട്ടു. സർ, ഇതിനെ തടയാൻ നിയമങ്ങളൊന്നുമില്ലേ? ശക്തമായ നിയമങ്ങളില്ല എന്നുള്ളതാണ് സത്യം. ആന്റണിയെ പോലെയുള്ള ഇടനിലക്കാരെയാണ് എല്ലാവരും ആശ്രയിക്കുന്നത്. ജീവൻ നിലനിർത്താൻ അവർ പറയുന്ന പണം കൊടുക്കാൻ തയ്യാറാകും. പാവപ്പെട്ടവർ, പണം കൊടുക്കാനില്ലാത്തവർ ആരോരും അറിയാതെ പ്രതികരിക്കണം സാർ. പലപ്പോഴും വിപ്ലവകാരികൾ പിറക്കുന്നത് മനുഷ്യൻ്റെ നിസ്സഹായതയിൽ നിന്നാണ്. പക്ഷേ മിനിറ്റുകൾ മാത്രമേ ഇതിന് ആയുസുള്ളൂ. എല്ലാവരും സ്വന്തം ലൈഫിൻ്റെ പ്രൊട്ടക്ഷൻ ഓർക്കുമ്പോൾ സ്വാർത്ഥരാകും. അല്ല സാർ, എന്നെ ഇതുവരെ എത്തിച്ചത് വിധിയാണ്, ഞാൻ പോലും അറിയാതെ. എന്നെയും കാണാൻ ആന്റണി വന്നിരുന്നു. ഒരുപാട് വാഗ്ദാനങ്ങളും തന്നു. പ്രലോഭിച്ചു കൊണ്ടുവരുന്ന പാവം പട്ടിണിക്കാരെ ചൂഷണം ചെയ്യുന്നതിന് കൂട്ടുനിൽക്കാനുള്ള സമ്മാനങ്ങൾ. അത്താഴ പട്ടിണിക്കാരുടെ കയ്യിൽ നിന്ന് ഡയാലിസിസിന് പോലും 150 രൂപ കമ്മീഷൻ വാങ്ങുന്ന ഡോക്ടർമാരെ എനിക്കറിയാം.
അവർ പറയുന്നിടത്ത് ടെസ്റ്റുകൾ നടത്തണം, ഡയാലിസിസ് ചെയ്യണം. ചിലപ്പോഴൊക്കെ ഞാനും ഒന്ന് പൊട്ടിത്തെറിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഇത് തടയാൻ നമുക്കൊരു ശ്രമം നടത്തണം. സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്യാവുന്ന വലിയ കടമയാണിത്. ഞാനുണ്ട് കൂടെ. കൂടും തേടി രാവിൽ പാടി അലയുന്നൊരാപ്പാടി, ഓളം മാറ്റി താനെ നീന്തി അകലുന്നു പൂന്തോണി. തീരം തേടും തിരയുടെ കൈകളിൽ ചാഞ്ഞുലഞ്ഞാടി, കാവൽ മാടം തന്നിൽ കാത്തിരിക്കുന്നതാരോ, ഏകാന്തരായി തേടുന്നതെന്തേ. കൂടും തേടി രാവിൽ പാടി അലയുന്നൊരാപ്പാടി, ഓളം മാറ്റി താനെ നീന്തി അകലുന്നു പൂന്തോണി. നെഞ്ചില് ചൂടിൽ താരാട്ടുപാട്ടായി നീ എന്ന പുണ്യം പൂവിട്ട കാലം, ഓമലി നീയൻ ജീവന്റെ ജീവൻ, 1000 ജന്മം നീ എന്റെ സ്വന്തം. ആത്മാവിൻ ബന്ധം നീയേ പൊന്നേ പൊന്മണിയേ, ആനന്ദം നീയേ കണ്ണേ കണ്ണിൻ പൂക്കണിയേ. അമൃതമേ സുഹൃതമേ, കൂടും തേടി രാവിൽ പാടി അലയുന്നൊരാപ്പാടി, ഓളം മാറ്റി താനെ നീന്തി അകലുന്ന പൂന്തോണി. ഒരു സ്നേഹഗീതം പാടുന്നതാരോ, അകലങ്ങളിൽ നിന്നണയുന്നതാരോ. അപരാധമേ നീ വില പേശി വാങ്ങും, കടലാസിലല്ലോ തുടരുന്നു ലോകം. ഒരു ശാപം കഥയാകുന്നു, ഓർമ്മകളിൽ ചേക്കേറുന്നു. ഒരു ശോകം സ്മൃതിയാകുന്നു, വീണ്ടും യാത്ര തുടങ്ങുന്നു. ഗീതമായി സംഗീതമായി കൂടും തേടി രാവിൽ പാടി അലയുന്നൊരാപ്പാടി, ഓളം മാറ്റി താനെ നീന്തി അകലുന്നു പൂന്തോണി. തീരം തേടും തിരയുടെ കൈകളിൽ ചാഞ്ഞുലഞ്ഞാടി, കാവൽ മാടം തന്നിൽ കാത്തിരിക്കുന്നതാരോ, ഏകാന്തരായി തേടുന്നതെന്തേ. ഗുഡ് മോർണിംഗ് സാർ. എന്താ വേണ്ടേ? ഒരു ചായ. ഓക്കെ സാർ. ആ എത്തിയോ? അച്ചായ നമ്മളെ മറക്കരുത് കേട്ടോ. അത് പറയാണ്ട് സാർ, അത് ഞാനും നിങ്ങടെ ചെല്ലട്ടെ. സംഭവം എല്ലാരും ബിരിയാണി അടിച്ച് ഹാപ്പിയാണല്ലോ. എല്ലാരും ഹാപ്പി. അത് മതി. ഗുഡ് മോർണിംഗ് സാർ. ഗഡീസേ, എല്ലാരും ഹാപ്പിയാണല്ലോ. എല്ലാരെയും സ്ഥിരം ചെയറുകളിലിരുത്തി ബിരിയാണി കൊടുത്തിട്ടുണ്ട് സാർ. അത് മതി. നന്ദിയുണ്ട് സാർ. അതാണ്. നിങ്ങൾ സുധാകരൻ ആന്റണി സാറല്ലേ? അതെ. എന്തുട്ടാ ഇത് കഴിച്ചില്ലേ? വിശപ്പില്ല, വേണ്ടാന്ന് പറഞ്ഞിട്ട് അയാൾ വെച്ചിട്ട് പോയതാ. ഇത് ഫ്രീ ആണ് എന്റെ ഒരു സന്തോഷത്തിന്. ക്യാഷ് കൊണ്ടുവന്നിട്ടുണ്ടോ? ഓ, കൊണ്ടുവന്നിട്ടുണ്ട്. അടുത്ത ആഴ്ചയാണ് ഓപ്പറേഷൻ നിശ്ചയിച്ചിട്ടുള്ളത്. ഇപ്പൊ തന്നെ ലേറ്റായി എന്നാ ഡോക്ടർ പറഞ്ഞത്. എന്നാ പിന്നെ കൊണ്ടുവന്ന 10 ലക്ഷം എടുത്തോളൂ കേട്ടോ. അയ്യോ, 10 ലക്ഷോ? 5 എന്നല്ലേ പറഞ്ഞത്? പിന്നെ എന്റെ കിഡ്നിയും? 5? എന്റെ ഇഷ്ടം ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല.
10 ലക്ഷത്തിൽ നിന്ന് 5 പൈസ കുറയില്ലട്ടാ. അങ്ങനെ പറയരുത്. ഞാൻ നിങ്ങളെ കാല് പിടിക്കാം. ചതിക്കരുത്. നിങ്ങളെ വിശ്വസിച്ച് ഞാനിരുന്നത്. എന്റെ മോളുടെ ജീവൻ വെച്ച് കളിക്കരുത്. എന്റെ ഇഷ്ട ഈ ഹോട്ടലിൽ ഇതേ കസേരയിലിരുന്ന് ഒരുപാട് പേരിങ്ങനെ കരഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞാ ഈ ആന്റണിക്ക് ചിരിയേ വന്നിട്ടുള്ളൂ. 10 ലക്ഷം രൂപ എപ്പ റെഡിയാവുന്നു അപ്പ എന്നെ വിളിക്ക. ശരി, ബിരിയാണി കഴിച്ചോളൂ. ചിന്തിക്ക്, ഞാൻ അപ്പുറത്തുണ്ടാവും. എന്താ സൈനബ നോക്കിയിരിക്കുന്നത്? ഇതിന് കാശ് കൊടുക്കണ്ടെന്ന് എടുത്ത് കേറ്റ്. അങ്ങനെ അങ്ങ് തിന്നിസ്റ്റാ. ബിരിയാണി എങ്ങനെയുണ്ട്? ഇറക്കിട്ട് പറഞ്ഞാ മതി, ധൃതിയില്ല. എന്താ കഴിക്കാത്തെ? ഇയാള് കഴിച്ചിട്ട് കഴിക്കും. ആ, ഇനി ഒട്ടും വൈകണ്ട. കൊണ്ടുവന്ന പേപ്പറിങ് എടുത്തോളൂ. ഇത് വില്ലേജിൽ നിന്നുള്ള, ഇത് ഓർഡർ സമ്മതം. ജബ്ബാറെ, ഇനി ഉണ്ട് ചില നൂലാമലകൾ. ബാക്കിയെല്ലാം ഞാൻ നോക്കളാന്ന്. പിന്നെ സാറേ, കായ് ഇത്തിരി കൂട്ടി കിട്ടണം. പൈസക്ക് അത്യാവശ്യമുള്ളതാണേ. ജബ്ബാറെ, പറഞ്ഞ പൈസ ഒരു 5 പൈസ കൂടുതൽ തരലട്ടാ. എന്തേ ആന്റണി സാറേ, ഞമ്മക്ക് സമ്മതാ അല്ലേ സൈനബ? അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. അതെ ജബ്ബാറെ, വയറ് നിറച്ച് ബിരിയാണി കഴിക്കട്ടാ. ഞാനിപ്പോ വരാട്ടാ. ആ സൈനബ, അനക്കെന്താ സന്തോഷമില്ലാത്ത? ഈ ബിരിയാണി തിന്ന്. നിങ്ങളല്ലേ തിന്നോളി. എന്നാ ഞമ്മള് തിന്നോളാം. എന്തുട്ടാ ഇത്? ബിരിയാണി കഴിച്ചില്ലേ? കുട്ടി ഒരു ജാതി സുന്ദരിയാട്ടാ. നമുക്ക് വേറെ സെറ്റപ്പ് ഉണ്ട്. ഒന്ന് സഹകരിച്ചാ നല്ല കാശുണ്ടാക്ക. എന്തേ? അപ്പോ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ പറയണ ആശുപത്രിയില് ഞാൻ പറയണ ഡോക്ടറെ പോയി കൺസൾട്ട് ചെയ്യണം. ഇതെന്തുട്ടാന്ന് കുട്ടിക്ക് മനസ്സിലായ? ഇത് സ്വന്തം സമ്മതപ്രകാരമാണെന്നുള്ള കുട്ടിയുടെ സമ്മതപത്രം. പിന്നെ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ത്യാഗം സഹിക്കുന്നത്. പക്ഷേ എനിക്കെന്തുട്ടാ ഗുണം? നിങ്ങൾക്കോ? നിങ്ങൾക്ക് വലിയ ലാഭം ഉണ്ടെന്ന് എനിക്കറിയാം. എന്റെ ഇഷ്ട അത് ലാഭം. അത് ആരുടെ കിഡ്നി വിറ്റാലും എനിക്ക് കിട്ടും. പക്ഷേ ഇത് ഗുണം. ശരിക്ക് ചിന്തിച്ചിട്ട് മതിട്ടാ. ഒരു തവണ നിന്നെ എനിക്കൊന്ന് വേണം. സ്റ്റോപ്പ് ഇറ്റ് പ്ലീസ്. ഞാൻ അങ്ങനെയുള്ള സ്ത്രീ അല്ല. നീ എന്തുട്ടായി പറയണത്? സ്വന്തം ഭർത്താവും വീട്ടുകാരും അറിയാതെ കിഡ്നി വിൽക്കാൻ വന്ന നീ പിന്നെ ശീലാവതിയാ? നീ ശരിക്കൊന്ന് ആലോചിക്ക്. ഹലോ, ഒരു കാരണവശാലും അയാളെ പോകാൻ അനുവദിക്കരുത്. ഇല്ല ഡോക്ടർ, ഒരുപാട് പേര് അയാൾ ഇവിടെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ശരി, ഞാൻ ഉടനെ അങ്ങ് എത്താം. ഞാനാട്ടാ ആന്റണി. പറഞ്ഞോളൂ. എല്ലാം ഓക്കെ ആണ്ടാ. ഞാൻ ഡോക്ടറുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. ധൈര്യമായിട്ടിരിക്കും, എല്ലാം ഭംഗിയായിട്ട് നടക്കും. ഞാൻ പുണ്യാളിനെ മെഴുകുതിരി ചേർന്നിട്ടുണ്ടേ. ഓക്കെ, താങ്ക് യു ആന്റണി. താങ്ക് യു വെരി മച്ച്. ഒന്നും വിചാരിക്കരുത്, എന്നെ നോക്കട്ടെ. അടുത്ത മാസം ഫസ്റ്റ് വീക്കിലാണ് ഓപ്പറേഷൻ പറഞ്ഞിരിക്കുന്നത്. ഒരു മിനിറ്റ് തെറ്റിക്കല്ലേ, ഞാനിത് എണ്ണിക്കോട്ടെ. പിന്നെ സാറേ, ഇതൊക്കെ മുകളിലേക്ക് എണ്ണി കൊടുക്കാനുള്ളതാ. എന്നെ സ്പെഷ്യലായിട്ടൊന്ന് പരിഗണിക്കണേ. അത് മതി. ഒരു മിനിറ്റ്, ഫോൺ നിർത്തോട്ടെ. ഹലോ, ഒരൊറ്റുണ്ട്, അതുകൊണ്ട് വേഗം രക്ഷോട്ടോ. അപ്പൊ ശരി സാർ, എല്ലാം പറഞ്ഞ പോലെ
ഞാൻ വിളിച്ചോളാം. ഓക്കെ ഓക്കെ സാർ. ദയവായി എന്നെ കൈവിടരുത്. എനിക്കൊരു വാക്കേള്. താൻ 10 ലക്ഷം രൂപ റെഡിയാക്കിട്ട് വായിച്ചാ നിങ്ങൾ പറഞ്ഞു വിശ്വസിച്ച് എന്റെ മോടെ ഓപ്പറേഷൻ വരെ നിശ്ചയിച്ചിട്ടാണ് ഞാൻ വന്നത്. ഇപ്പൊ തന്നെ ഒരുപാട് വൈകിയെന്ന ഡോക്ടർ പറഞ്ഞത്. എന്നെ കൈവിടരുത്. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. എന്റെ മോള് താൻ പോണോ? നിങ്ങളാ വിടാൻ. നിന്നെ ഞാൻ വിടില്ല. വിടാനല്ലേ പറഞ്ഞത്? എന്റെ മോക്ക് എന്തെങ്കിലും സംഭവിച്ചാ നിന്നെ ഞാൻ കൊന്നുകളയും. പോലീസുകാരെത്താതെ താൻ ഇവിടെ നിന്ന് പുറത്തു പോവില്ല. നീയാണല്ലോ ഒറ്റിയത്. നിനക്കെന്നെ അറിയില്ലറ്റാ. ഒരീച്ച പോലും അറിയാതെ കൊന്നുകളയും ഞാൻ. അയ്യോ സാറേ, സാറേ നിങ്ങൾ എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെട്ടോളി. ഇവനാണ് സാർ ആന്റണി. ശരി സാർ. കമോൺ. സാറേ അവനെ വിടരുത്. എന്റെ മോള് ജീവൻ വെച്ച് അവൻ കളിച്ചത്. പിടിക്കപ്പെട്ട സമയത്ത് ആന്റണിയുടെ കയ്യിൽ 10 ലക്ഷം രൂപയോളം ഉണ്ടായിരുന്നു. തൃശ്ശൂരിലെ വൻകിട ഹോട്ടൽ മറയാക്കിയാണ് ആന്റണി കിഡ്നി കച്ചവടം നടത്തിയിരുന്നത്. മനുഷ്യ മനസാക്ഷിയെ പോലും ഞെട്ടിക്കുന്ന അവയവ തട്ടിപ്പ് സംഘത്തിലെ പ്രധാന പ്രതിയാണ് ഇപ്പോൾ അറസ്റ്റിലായ ആന്റണി. തട്ടിപ്പിനിരയായ ധാരാളം ആളുകൾ ഹോട്ടലിലെത്തിയിരുന്നു. ഈ മാഫിയ സംഘത്തിൽ പല പ്രമുഖർ ഉൾപ്പെട്ടതായി സംശയിക്കപ്പെടുന്നു. കുറച്ചു നാളുകളായി ഈ സംഘം പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. ഈ സംഘത്തെ കൊടുക്കാൻ സഹായിച്ച ഡോക്ടർ ഇക്ബാലും മോഹനും തുടങ്ങിയവർ ആന്റണിക്ക് രാജ്യാന്തര തലത്തിൽ ബന്ധമുണ്ടെന്ന് പോലീസ് സംശയിക്കുന്നു. വൻ കിഡ്നി തട്ടിപ്പ് സംഘത്തിലെ കണ്ണിയാണ് ആന്റണി എന്ന ഈ ഏജന്റ്. കസ്റ്റമേഴ്സിനോട് വിലപേശുന്നതിനിടയിലാണ് പോലീസ് ഇയാളെ പിടികൂടിയത്. ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള വൻ സംഘമാണ് ഈ കച്ചവട മാഫിയയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. അനന്തൂന് സീരിയസാ, വേഗം വരാൻ പറഞ്ഞു. ഡോക്ടർ, അനന്തു വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാൻ പോവുകയാണ്. ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞു. സോറി. ഡോക്ടർ, അനന്തുന്റെ അവയവങ്ങൾ ദാനം ചെയ്യാൻ ഞങ്ങൾക്ക് സമ്മതമാണ്. അനന്തു IV ഡ്രഗ് അഡിക്റ്റ് അല്ല, ഓറൽ ഡ്രഗ് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അനന്തുവിന്റെ അവയവങ്ങൾ ദാനം ചെയ്യാൻ സാധിക്കും.
ഇതൊരു ദാനം മാത്രമല്ല ഡോക്ടർ. ഒരുപാട് തെറ്റിലൂടെയാണ് എൻ്റെ അനുജൻ സഞ്ചരിച്ചത്. അവൻ കാരണം കുറച്ചു പേർക്കെങ്കിലും ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുമെങ്കിൽ അവൻ്റെ ആത്മാവിന് മോക്ഷം കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നല്ലത്. ഒരു മനുഷ്യജന്മത്തിൻ്റെ എല്ലാ തെറ്റുകൾക്കുമുള്ള ഏറ്റവും വലിയ പ്രായശ്ചിത്തമാണ് മറ്റൊരു ജീവനെ തുണയായി തീരുക എന്നുള്ളത്. ഞാൻ അതിനുള്ള തയ്യാറെടുപ്പുകൾ ചെയ്യാം. സമാധാനമായിരിക്കും. നാം മരണത്തിന് കീഴടങ്ങേണ്ടവരല്ല, മരണത്തെ കീഴ്പ്പെടുത്തേണ്ടവരാണ്. അതാണ് അവയവദാനം. നാം മരിക്കുമ്പോൾ ഒരു മനുഷ്യൻ ജനിക്കുന്നു. ഒരിക്കൽ കൂടി ഞാൻ ആ ഹോസ്പിറ്റലിൽ പോയി. ആ പാവം മനുഷ്യൻ്റെ മകളെ കാണാൻ, അവൾക്ക് സമ്മാനിക്കാൻ ഒരു കളിപ്പാട്ടവുമായി. ആരെയും ബുദ്ധിമുട്ടിക്കാതെ എന്റെ മോള് പോയി. എന്റെ മോളെ രക്ഷിക്കാൻ എനിക്കായില്ല. പൊട്ടിച്ചതിന് പകരം പാവ കൊണ്ട് തരാന്ന് പറഞ്ഞ് അങ്കിൾ ഇന്നും എന്നെ പറ്റിക്കായിരുന്നല്ലേ. ഞാൻ മിണ്ടൂല്ല. നീ എന്തുട്ടാണ്ടാ കരുതിയേ? ഞാൻ ജീവിതകാലം മുഴുവനും അകത്ത് കിടക്കുന്ന ഇങ്ങോട്ട് നോക്കടാ. കോടികളുടെ ബിസിനസ്സാണ് ഞങ്ങൾ നടത്തണത്. ഇവരെ പോലത്തെ കെട്ടികൾ ഇനിയുണ്ടായ ഞങ്ങൾക്ക് ഒരുപാട് നഷ്ടം ഇഷ്ട. അതുകൊണ്ട് കെടി മറ്റുള്ളവർക്ക് മിസ് കോളായി നിന്നെ അങ്ങ് ഡിലേറ്റ് ചെയ്യാൻ പോവുക. മനസ്സിലായില്ലേ? നിന്നെ തീർക്കാൻ പോവാണെന്ന്. എന്നാ പിന്നെ തൊട്ടങ്ങല്ലേ? കാര്യങ്ങൾ തീരുമാനിക്കണം ഞങ്ങളാ, കേട്ടാ നായിന്റെ മോനെ. പോലീസ് ഓടി രക്ഷപ്പെട്ടോ?
ഇവിടത്തെ കാര്യങ്ങൾ തീരുമാനിക്കണം ഞങ്ങളാ, കേട്ടാ നായിന്റെ മോനെ. ഞങ്ങൾ ഒരിക്കൽ കൂടി ആ ഹോട്ടലിലേക്ക് ചെന്നു. ഏത് ഗ്രൂപ്പാണേലും വിഷയമില്ല, മിനിമം 20 ലക്ഷം രൂപയില്ലാതെ കാര്യം നടക്കില്ല. വിലപേശലിന്റെ അവയവ കച്ചവടങ്ങൾ ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അവയവ കച്ചവടത്തിനെതിരെ മനുഷ്യ സ്നേഹത്തിന്റെ കൂട്ടായ്മകൾ ഉണ്ടാകാൻ ഒരു ഉണർത്തുപാട്ടായി എൻ്റെ സിനിമ മാറുമെങ്കിൽ എൻ്റെ ഈ എളിയ ശ്രമം സഫലമായി. എൻ്റെ കഥാപാത്രങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ അറിയണ്ടേ? അലീന, അവൾ എല്ലാം തുറന്നു പറഞ്ഞ് പശ്ചാത്തപിച്ചപ്പോൾ കുടുംബത്തെ വളരെ സ്നേഹിക്കുന്ന ഭർത്താവ് അവൾക്ക് മാപ്പ് കൊടുത്തു. ഇപ്പോൾ അവർക്കൊരു കുട്ടിയുമായി സന്തുഷ്ടമായ കുടുംബജീവിതം. പെണ്ണിന് ഇസ്ലാമിലുള്ള സ്വാതന്ത്ര്യം തിരിച്ചറിഞ്ഞ സൈനബ ജബ്ബാറിനെ അങ്ങ് മൊഴി ചൊല്ലി, അല്ല ഫസക്ക് ചൊല്ലി. അവൾ തുടങ്ങിയ ടൈലറിംഗ് യൂണിറ്റ് പിന്നെ അത് വളർന്ന് ചെറിയ ഈ റെഡിമെയ്ഡ് ഷോപ്പായി. ജബ്ബാർ ഇടയ്ക്കിടെ ഈ വഴി പോകും, ദാ ഇങ്ങനെ ഫോണും അടിക്കും. പക്ഷേ ഇന്നേ വരെ സൈനബ മുഖം കൊടുത്തിട്ടില്ല. പ്രതാപവർമ്മ എന്ന എന്തിനും പോകുന്ന രാഷ്ട്രീയ നേതാവ് ഇപ്പോൾ ഭക്തിമാർഗത്തിലാണ്. പ്രതാപവർമ്മയുടെ അടുത്ത ബന്ധു നൽകിയ കിഡ്നിയും സ്വീകരിച്ച് എല്ലാം ദൈവങ്ങളിൽ അർപ്പിച്ചുള്ള പുണ്യയാത്രകൾ. ഈ കാഴ്ച മനസ്സിനെ വല്ലാതെ സങ്കടപ്പെടുത്തി. ഇപ്പോഴും തകർന്ന ജീവിതവുമായി മകളുടെ ഓർമ്മയിൽ ഒരു അച്ഛൻ. മദ്യത്തിലെല്ലാം മറക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട് അങ്ങനെ ഓരോ ദിവസങ്ങളും ജീവിച്ചു തീർക്കുകയാണ് സുധാകരൻ. ചുവപ്പിൻ കറി കൂട്ടിൽ കുഴച്ച് കഴിച്ചോളൂ, കഥ കഴിയും മുമ്പേ കരയും കുഞ്ഞുങ്ങടെ കരള് പറിച്ചോളൂ, പുത്രസ്നേഹത്തിൻ കടുകെണ്ണയിൽ വറുത്തിടാം. ഗർഭപാത്രത്തിൽ വേവും ഭ്രൂണത്തിൻ തൊടുകറി ആദ്യമായി വിളമ്പിടാം, അവസാനത്തതിഥിക്കായി കടിഞ്ഞു കിടാവിന്റെ തലച്ചോറവിച്ചെടു തിലയിൽ വിളമ്പിടാം, അവസാനത്തത്താഴമാ. കടിഞ്ഞോ കെടാവിൻ്റെ തലച്ചോറവിച്ചെടു തിലയിൽ വിളമ്പിടാം, അവസാനത്തത്താഴമായി. കടിഞ്ഞു കിടാവിൻ്റെ തലച്ചോറവിച്ചെടു തിലയിൽ വിളമ്പിടാം, അവസാനത്തത്താഴമായി. ചെയ്ത പാപങ്ങളുടെ പരിഹാരം ചെയ്യാൻ ആന്റണിക്കും അവസരം കിട്ടി. വിധിയുടെ നിയോഗം പോലെ ആന്റണിയുടെ വൃക്ക ചിഞ്ചു എന്ന ഈ കുട്ടിയുടെ ആയുസ് നീട്ടിക്കൊടുക്കും. കാരുണ്യ പ്രവൃത്തിക്കൊപ്പം വരുമാന മാർഗവുമായി ഈ തൊഴിലാണ് ഇപ്പോൾ ആന്റണിയുടെ ആശ്രയം. എല്ലാ ജാതിമത വർഗങ്ങൾക്കുമപ്പുറം നിനക്ക് ഞാനുണ്ട് കൂട്ടുകാരാ എന്ന് പറയുന്ന സമൂഹം, സഹജീവിക്ക് ജീവൻ പകുത്തു നൽകുന്ന തീക്ഷ്ണമായ മനുഷ്യസ്നേഹം, അതിനായി
നമുക്കൊന്നിച്ച് കൈകോർക്കാം. നാം മരണത്തിന് കീഴടങ്ങേണ്ടവരല്ല, മരണത്തെ കീഴ്പ്പെടുത്തേണ്ടവരാണ്. അതാണ് അവയവദാനം. നാം മരിക്കുമ്പോൾ ഒരു മനുഷ്യൻ ജനിക്കുന്നു. കടിഞ്ഞു കെടാവിൻ്റെ തലച്ചോറ വീച്ചെടു തിലയിൽ വിളമ്പിടാം അവസാനത്താഴമായി. കടിഞ്ഞു കിടാവിൻ്റെ തലച്ചോറ വീച്ചെടു തിലയിൽ വിളമ്പിടാം അവസാനത്താഴമായി. കവിട്ടും രക്തത്തിൻ്റെ ചുവപ്പിൻ കറി കൂട്ടിൽ കുഴച്ച് കഴിച്ചോളൂ കഥ കഴിയും മുമ്പേ, കഥ കഴിയും മുമ്പേ. കരയും 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 കുഞ്ഞങ്ങടെ കരള് പറിച്ചോളൂ, കരള് പറിച്ചോളൂ. പുത്രസ്നേഹമാം കടുകണ്ണയിൽ വറുത്തിടാ, കടുകണ്ണയിൽ വറുത്തിടാ. ഗർഭപാത്രത്തിൽ വേവും ഭ്രൂണത്തിൻ തൊടുകറി ആദ്യമായി വിളമ്പിടാം അവസാനത്തതീതിക്കായി, അവസാനത്തതീതിക്കായി, അവസാനത്തതീതിക്കായി.